നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പോത്തിനെന്ത് ഏത്തവാഴ എന്നൊരു ചൊല്ലുണ്ട്. അഫ്ഗാനിസ്ഥാൻ്റെ വർത്തമാനകാല രാഷ്ട്രീയത്തിലേക്ക് ഇതിനെ മാറ്റിയാൽ താലിബാൻ എന്ത് ഇൻ്റർനെറ്റ് എന്ന് ചോദിക്കേണ്ടി വരും. അഫ്ഗാനിസ്ഥാനിൽ ഇൻ്റർനെറ്റ് ടെലികോം സേവനങ്ങൾ രാജ്യവ്യാപകമായി ഇപ്പോൾ വിച്ഛേദിച്ചിരിക്കുകയാണ്. നെറ്റ് ബ്ലോക്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം അഫ്ഗാനിസ്ഥാനിലെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി സാധാരണ നിലയുടെ 1% കൂപ്പുകുത്തി. പൂർണ്ണമായ ബ്ലാക്ക് ഔട്ടിലേക്കാണ് ആ രാജ്യം നീങ്ങുന്നത്. ഘട്ടം ഘട്ടമായിട്ടായിരുന്നു നിരോധനം. ആദ്യം അതിവേഗ സേവനം നിർത്തി, പിന്നീട് ഇൻ്റർനെറ്റിൻ്റെ വേഗത കുറച്ചു, ഇപ്പോൾ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നു. ആശയവിനിമയം മുതൽ ബാങ്കിംഗ്, വാണിജ്യ മേഖലയും വ്യോമഗതാഗതവും ഏറെക്കുറെ പൂർണ്ണമായും താറുമാറായി. ഇൻ്റർനെറ്റ് നിരോധിക്കാൻ കാരണമെന്തെന്ന് താലിബാൻ നേതൃത്വം ഔദ്യോഗികമായി വിശദീകരണമൊന്നും നൽകിയിട്ടില്ലെങ്കിലും സദാചാര നിയമങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമാണ് നീക്കമെന്നാണ് വിലയിരുത്തൽ. ഇൻ്റർനെറ്റ് നിരോധനം ഔദ്യോഗികമായി തന്നെ താലിബാൻ സർക്കാർ നിഷേധിക്കുകയാണ്. അവർ പറയുന്നത് പഴയ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ തേഞ്ഞു പോയെന്നും അവ മാറ്റി സ്ഥാപിക്കുകയാണെന്നുമാണ് ഇതിനുള്ള വിശദീകരണമായി നൽകുന്നത്. ഇൻ്റർനെറ്റ് അധാർമികമാണെന്നാണ് താലിബാൻ്റെ വിലയിരുത്തൽ. നിലവിൽ അഫ്ഗാനിസ്ഥാൻ ജനതയ്ക്ക് പുറം ലോകവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. പൊതുവിദ്യാലയങ്ങളിൽ 12 വയസ്സിനു മേലെയുള്ള പെൺകുട്ടികളുടെ പഠനാവകാശം നിഷേധിച്ച രാജ്യത്ത് പെൺകുട്ടികളുടെ ഏക ആശ്രയമായിരുന്നു ഓൺലൈൻ വിദ്യാഭ്യാസം. ഇപ്പോൾ അതും തകർന്നു പോയിരിക്കുന്നു. മതസദാചാരവും മതധാർമ്മികതയും മുഖ്യമുദ്രാവാക്യമായി മുന്നോട്ട് വെക്കുന്ന ഗ്രൂപ്പുകൾ ലോകത്തെവിടെയും ഭീഷണിയാവുകയാണ്. മൂല്യങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കെന്നൊക്കെയാണ് ലോകത്തെവിടെയും ഈ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ ഇത്തരം നീക്കങ്ങളെ വിശദീകരിക്കുന്നത്. ഇൻ്റർനെറ്റ് നിരോധനം താലിബാൻ ഏതു യുഗത്തിലാണ്? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തലശ്ശേരിയിൽ നിന്നും ദിവാകരനാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ ദിവാകരൻ, അഫ്ഗാനിസ്ഥാനിൽ സർക്കാർ ഔദ്യോഗികമായി അത് അംഗീകരിക്കുന്നില്ല, പക്ഷേ അഫ്ഗാനിസ്ഥാനിലെ ഇൻ്റർനെറ്റ് ടെലികോം സേവനങ്ങളെല്ലാം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ആകെ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൻ്റെ 1% മാത്രമാണ് ഇപ്പോൾ അവിടെ കണക്ടിവിറ്റി നടക്കുന്നതെന്നാണ് ഈ രംഗത്തെ പഠനം അടക്കം സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ യുഗത്തിലൊക്കെ നിന്നുകൊണ്ട് ഈ താലിബാൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുക? താങ്കൾ ആ പറഞ്ഞ മുഖവുരയിലെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതായത് കാട്ടാള, അതായത് കുറേ കാലം മുമ്പിലത്തെ കാട്ടാള ഭരണവും അങ്ങനെയുള്ള ഓരോരോ അന്ധവിശ്വാസം അങ്ങനെ നിലനിർത്തി പോകുന്ന ഒരു രാജ്യത്തിന് പറഞ്ഞിട്ടെന്താ കാര്യം? അതിലെ തലവന്മാർ ഒന്നിക്കൽ വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള അറിവ് വേണം. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ അനുഭവിക്കട്ടെ. ഓറല്ല ഇങ്ങനെയുള്ള മതനേതാക്കന്മാരെയും മറ്റുള്ള എല്ലാം ഉയർത്തിക്കാട്ടി നിർത്തുന്നത്. അത് ശ്രദ്ധിക്കണ്ടേ? ഒരാളെ മോന്തായം വളഞ്ഞാൽ 64 വളയൂല്ലേ സാറേ? അത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണകൂടമൊന്നുമല്ല താലിബാൻ. അല്ല, അതെ, ശരിയാ സാറേ. എന്നാലും അതിനെ എഗനസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റി സ്ട്രെങ്ത് എന്നല്ലേ എഗനസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ നികൃഷ്ടമായിട്ടുള്ള പെരുമാറുന്ന അവര് മാറി നിൽക്കൂലേ? എഡ്യൂക്കേറ്റഡ്. ശരി, അത്തരം പ്രതിരോധങ്ങൾ അവിടെ നിന്നും ഉയരേണ്ടതുണ്ട്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, ഏത് കാലത്താണ് ഇവർ ജീവിക്കുന്നത് എന്നൊക്കെ തോന്നിപ്പോവും. ഇൻ്റർനെറ്റ് അധാർമികതയാണെന്നും അത് രാജ്യത്തിൻ്റെ മൂല്യങ്ങളെയൊക്കെ വലിയ ചുതി ഉണ്ടാക്കുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ഇൻ്റർനെറ്റ് നിരോധിച്ചിരിക്കുകയാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. ഐറ്റങ്ങളൊക്കെ ഏത് യുഗത്തിലപ്പോ ജീവിക്കണേ അതൊന്നും മനസ്സിലാക്കണ്ടേ? ഇന്നത്തെ ലോകത്ത് ഇന്റർനെറ്റും വേറുള്ളതും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ മനുഷ്യന്? അവിടെ നേഴ്സുമാര് പറ്റൂല, മുസ്ലിങ്ങള് മറ്റേ അധ്യാപകര് പറ്റൂല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജനാല തുറന്നിടാൻ പറ്റൂല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ യുഗമൊക്കെ എന്നോ അസ്തമിച്ചിരിക്കുന്നു കേട്ടോ. അയച്ച കൂടി അങ്ങനെ നടന്നോട്ടെ. അയച്ചങ്ങളൊന്നും ആരും വിശ്വസിച്ചൂല. അയച്ചങ്ങള് അത്രയും മോശപ്പെട്ടവരാ. ഈ ലോകത്തിനെ നശിപ്പിക്കാൻ വേറെ ആൾക്കാരും കൂടി ഒരു നാണക്കേടാണ്. ഞങ്ങളൊക്കെ അപ്പൊ ഈ അഫ്ഗാനിസ്ഥാനിൽപ്പെട്ട ഒരു മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ കൂട്ടത്തില് ഞങ്ങളും മുസ്ലിങ്ങളല്ലേ. ഇന്ത്യയിലും വേറെയുള്ളവർക്കും സൗദി അറേബ്യയിലും ഖത്തറിലും എല്ലാ അറബ് രാഷ്ട്രങ്ങളിലൊക്കെ അവിടെയൊക്കെ ഒന്ന് പോയി കാണേണ്ടവരൊക്കെ എന്നിട്ട് പോലെ അത് നിർത്തിയേക്കുക. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്.
അങ്ങനെ ഒരു ലോകവീക്ഷണമെങ്കിലും അവർക്ക് കാണേണ്ടതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോൺ ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ എന്താണ് അവസ്ഥയെന്ന്. യഥാർത്ഥത്തിൽ എല്ലാ കമ്മ്യൂണിക്കേഷനും ഇല്ലാതെയായി ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അഫ്ഗാനിലെ ജനത. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് അതിനെയൊക്കെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് അവിടെ ഫൈബർ തേഞ്ഞു പോയത് കൊണ്ടാണ് പെട്ടെന്ന് ഇൻ്റർനെറ്റ് ഇല്ലാതായെന്നൊക്കെയാണ് താലിബാൻ ഭരണകൂടം പറയുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, കിരൺ സാറേ, നമസ്കാരം. നമസ്കാരമുണ്ട്. ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക സേനയെ പിൻവലിച്ചതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. കാരണം അമേരിക്ക തോറ്റു കൊടുത്തു പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവിടെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അവിടുത്തെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. മുമ്പേ ഒരു സഹോദരൻ പറഞ്ഞ പോലെ തന്നെ ഒരു ജനാല തുറന്നിടാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ അവിടെ കൂടുതലും ഉണ്ടാകാൻ പോകുന്നത് സ്കൂളുകളൊക്കെ ഉണ്ടോന്ന് നമുക്ക് അതായത് അവരുടെ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ പുറത്തറിയാൻ പറ്റുന്നില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര വിഷയം ഉണ്ടാവും. അപ്പൊ ആ സാഹചര്യത്തിൽ ഇപ്പം ജനിക്കുന്ന പിള്ളേരെ പോലും ഇപ്പൊ അവിടെ തീവ്രവാദത്തിന് എനിക്ക് തോന്നുന്നു കൂടുതലും എടുക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇസ്രയേലിലൊക്കെ നടക്കുന്ന ഈ സംഭവങ്ങൾക്കൊക്കെ അവർ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി. അവിടെ ഇപ്പോൾ അഫ്ഗാൻ താലിബാനാണ് അവര് നേരിട്ട് അവരുമായി നേരിട്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ബന്ധപ്പെടുന്നില്ല. ബന്ധപ്പെട്ടില്ലെങ്കിലും അവരെന്തായാലും ഭീകരവാദത്തിന് അതെ, അവർ ഭീകരവാദ സംഘടന തന്നെയാണ് താലിബാൻ. അത് തന്നെ. അപ്പൊ അതുകൊണ്ട് അത് പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്റർനെറ്റ് ഒക്കെ പിൻവലിച്ചിരിക്കുന്നത്. ശ്രീ ഷാജിയുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കമാൻഡർ മാത്യു ആണ് മുംബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മാത്യു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു കാലത്ത് ഒരു ധാർമ്മികതയൊക്കെ പറഞ്ഞ് മൂല്യങ്ങളിൽ നിന്ന് ആളുകൾ അവരുടെ പഴയ മൂല്യങ്ങൾ ഏതാണ്ടോ നഷ്ടപ്പെട്ടു പോകാൻ പോകുന്നു, അതുകൊണ്ട് ഈ ഇൻ്റർനെറ്റ് ഒന്നും വേണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്ത് ഇൻ്റർനെറ്റ് ബന്ധമാകെ വിച്ഛേദിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ. എങ്ങനെയാണ് ഇത്തരം ഒരു ഭരണകൂടങ്ങളെയൊക്കെ നമുക്ക് വിലയിരുത്താനാവുക? ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനൊരു നേരത്തെ ഓഫീസിൽ പോകേണ്ടതുകൊണ്ടാണ് ഇന്ന് ആദ്യമേ വിളിച്ചത്. ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഈ സമയത്താണ് ഓഫീസിൽ പോണത്? ഇനിയിപ്പോ ഓഫീസിൽ വൈകുന്നേരം പോകണമല്ലോ, പോയെങ്കിലല്ലേ അടയ്ക്കാൻ പറ്റത്തുള്ളൂ. ശരി, ഞാൻ പറയാൻ വന്നത് ഇത് രണ്ട് കാര്യം വളരെ ചുരുക്കി ഞാൻ പറയാം. ഒന്ന്, ലോകവുമായിട്ടുള്ള ആശയവിനിമയം പൂർണ്ണമായിട്ടും ഈ സംഭവത്തോട് തീർന്നു. രണ്ട്, അവിടെ താമസിക്കുന്ന അവിടുത്തെ സ്ത്രീകള് ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു. സ്ത്രീകൾ വിദ്യാഭ്യാസം, മെഡിക്കൽ, അങ്ങനെ പല കാര്യങ്ങളും ഇന്റർനെറ്റിൽ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം അവർക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റത്തില്ലായിരുന്നു, അതും ഇല്ലാതായി. മൂന്നാമതൊരു കാര്യം എന്ന് വെച്ചാൽ വേൾഡുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് ഇല്ലാതായി. ഇതിന്റെ സൈഡ് എഫക്റ്റാ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയാൻ വരുന്നത്. കാര്യം താലിബാന്റെ ടെററിസം മാത്രമാണ് അവരിവിടെ നടക്കുന്നത്. കാര്യം ഇറാഖിനെ അമേരിക്ക അടിച്ചതുപോലെ തന്നെ ഒരടിക്ക് സമയമായിട്ടുണ്ട് ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ. കാരണം ഏറ്റവും വലിയൊരു കൺട്രി ആയിരുന്നു സൗദി അറേബ്യ ഒന്നിനും സ്വാതന്ത്ര്യമില്ലാത്ത സൗദി അറേബ്യ ഇന്ന് ഓപ്പൺ കൺട്രി ആയിട്ട് മാറി. ഇന്ന് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ചെയ്യാം, കറുപ്പ് ധരിക്കേണ്ട, തിയേറ്ററുകൾ വന്നു. അങ്ങനെ രാജ്യങ്ങൾ ഇന്ന് തുറന്നു വരുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനെ പോലെ ഒരു രാജ്യം ഈ മാതിരി താലിബാനിസം കാണിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. UN ശക്തമായിട്ട് ഇടപെടണം. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം കൊടുക്കണം. മെഡിക്കൽ, അതുപോലെ പുറത്ത് ജോലി ചെയ്യുന്ന മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ, അവർക്ക് പൈസ അവരുടെ വീട്ടിലേക്ക് അയക്കാൻ പറ്റത്തില്ല. ഇന്റർനെറ്റ് ഇല്ലാതെ എങ്ങനെ അവർ പൈസ അയക്കും? കമ്മ്യൂണിക്കേഷൻ ഇല്ല, ടെലികമ്മ്യൂണിക്കേഷൻ ഇല്ല, ഇന്റർനെറ്റ് ഇല്ല. നമ്മൾ 90s ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ വീണ്ടും 90s പോവാണോ? എവിടെയാണ് മനുഷ്യൻ? എവിടെയാണ്? താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ മാത്യു. ശ്രീ ഡേവിഡ് വിജയ് ആണ് പള്ളൂരുത്തിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, ഇപ്പോഴത്തെ ഒരു കാലത്ത് നമുക്ക് ഒരു ദിവസം മൊബൈൽ ഫോൺ കയ്യിലില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് സൗകര്യങ്ങളൊന്നുമില്ല എങ്കിൽ സാധാരണ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും ആ ദിവസം തള്ളി നീക്കാൻ തന്നെ കഴിയാത്ത അവസ്ഥയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കണം. ലോകത്തോട് തന്നെ നമ്മൾ സംവദിക്കുന്നതും ലോകകാര്യങ്ങൾ അറിയുന്നതും എല്ലാം ഇതൊക്കെ വഴിയാണ്. അതെല്ലാം നിരോധിക്കുക വഴി എന്താണ് ഈ താലിബാൻ ഉദ്ദേശിക്കുന്നത്? അവരുടെ കാര്യങ്ങൾ വലിയ കഷ്ടമാണ്. ഇതിപ്പോ ഈ ആദ്യമൊത്ത ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേൾക്കുന്ന ഇപ്പോഴൊന്നുമല്ല, ഒരു ഏതാണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴും ഈ ഹെറിറ്റേജ് എന്ന് പറയും, നമ്മുടെ കൽപ്പാത്തി ഗ്രാമം പോലും എങ്ങനെയാ വെച്ചിരിക്കുന്നത്. അതുപോലെ അവിടുത്തെ ബാമിയാൻ സ്റ്റാച്യു എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായ ബുദ്ധ പ്രതിമകളുടെ കേന്ദ്രം, അത് അവർ തച്ചോടർത്ത് നശിപ്പിച്ചില്ലേ? അവരുടെ തന്നെ കുഴി തോണ്ടിയതാണെന്ന്. അതിനുശേഷം പിന്നെ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ള ഇതെല്ലാം വളരെ കഷ്ടമാണ്. പിന്നെ ഒരു കാര്യം, ഇതിന്റെയൊക്കെ മൂല കാരണം ആരാണെന്നുള്ളത് ആലോചിച്ച് നോക്കണം. മര്യാദയ്ക്ക് ഞാൻ ഏതാണ്ട് എന്റെ സ്കൂൾ പഠന കാലത്തൊക്കെ അന്ന് അവിടെ അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികൾ നടക്കുന്നതും ഇവിടെ നിന്നുള്ളവർ ജോലിക്ക് പോകുന്നതും അവരുടെ നാച്ചുറൽ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ പ്രൊഡക്ഷനും അവരുടെ ഇതൊക്കെ കണ്ടുകൊണ്ട്
അന്ന് അവിടുന്ന് സോവിയറ്റ് യൂണിയനെ പുറത്താക്കാനാക്കി ഇതേ താലിബാനെ തന്നെ മുല്ലാകളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് അമേരിക്കയാണ് ഈ നിലയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. അവസാനം അവർക്ക് തന്നെ അടിയും കിട്ടി. ഇപ്പൊ ലോകത്തിന് തന്നെ ഭീഷണിയായിട്ടും മാറി. ഇപ്പൊ നമ്മുടെ ഏതാണ്ട് ഈ ഗുജറാത്തിന്റെ പാരലായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ജാംനഗറിന്റെ ഞാനുള്ള സ്ഥലത്തിന്റെ ഞാൻ ഇരിക്കുന്നതിന്റെ തൊട്ട് പാരലായിട്ടാണ്. നമുക്ക് എന്തുമാത്രം ക്ഷീണം ചെയ്യുന്നറിയും. ഇന്റർനെറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ തന്നെ ഇറ്റ് ഈസ് ദെയർ ഓൺ ഫ്യൂണറൽ, അവരുടെ തന്നെ സ്വന്തം കുഴി കുത്തട്ടെ. പക്ഷെ അവിടെ ഒരു ബംഗ്രാം എയർബേസ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എയർബേസ് ആണ് അത്. അമേരിക്ക വിട്ടുപോകുന്നപ്പോൾ അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കേട്ടത് അവിടെ ചൈനയെ കൺട്രോൾ ചെയ്യുന്നതെന്ന്. മറ്റത് അത് നമുക്കൊരു വലിയ ഭീഷണിയായിട്ട് മാറും. ഇപ്പൊ ചൈനയായിട്ട് നല്ല ടേംസിലാന്നൊക്കെ പറയുന്നു. പക്ഷെ ആർക്കും പെർമനന്റ് ആയിട്ട് ദർ ഈസ് നോ പെർമനന്റ് ഫോഴ്സ് ആൻഡ് പെർമനന്റ് ഫ്രണ്ട്സ് ഇൻ പൊളിറ്റിക്സ് എന്നല്ലേ പറയുന്നത്. സ്ഥായിയായ ശത്രുക്കളും ഇല്ല, സ്ഥായിയായ. ശരി, താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ചരിത്രത്തിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് താലിബാൻ ഈ രാജ്യത്ത് പിടിമുറുക്കിയത് എന്നതും ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് എത്തിയതും അതിനാരാണ് സഹായിച്ചത് എന്നൊക്കെയും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ശ്രീ ഡേവിഡ് വിജയ് വിഷയത്തിൽ സംസാരിച്ചതെന്ന് കൂടി പറയേണ്ടി വരും. നമ്മൾ ഓർക്കേണ്ട മറ്റൊന്ന്, 80കളിലൊക്കെ മിനി സ്കർട്ടിട്ട് നടക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്ന ഒരു നാടാണ്. യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിരുന്ന അനേകം സ്ത്രീകൾ ഉണ്ടായിരുന്ന ഒരു നാടാണ് അഫ്ഗാനിസ്ഥാൻ. അവിടെയാണിന്നിപ്പോൾ സ്ത്രീകൾക്ക് മുഖം പോലും പുറത്തു കാണിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ 12 വയസ്സ് കഴിഞ്ഞാൽ സ്കൂളുകളിൽ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്നത് എന്നതുകൂടി ഓർക്കണം. ശ്രീമതി ശൈല ജാസ്മിനാണ് പനവൂരിൽ നിന്നാണ് വിളിക്കുന്നത്, അല്ലേ? അതെ, പനൂരിൽ നിന്നാണ് വിളിക്കുന്നത്. വളരെയധികം ഖേദകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. താലിബാനിൽ നിന്നുള്ള ഈ ഒരു ഇന്റർനെറ്റ് ഇല്ല എന്നുള്ള ഈ ഒരു വാർത്ത തന്നെ നമുക്ക് ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഞാനൊരു മുസ്ലിം വനിത കൂടിയാണ്, ഒരു പഞ്ചായത്ത് മെമ്പറാണ്. പല പ്രാവശ്യം ഞാൻ സൗദി അറേബ്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിലും ഏറ്റവും കൂടുതൽ ഇസ്ലാമികപരമായിട്ടുള്ള നിയമം, ആ ഒരു റൂള് കൊണ്ടുവരുന്നത് സൗദി അറേബ്യയിലാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് മുന്നേ പറഞ്ഞ ഒരു പ്രേക്ഷകൻ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഈ ഇന്നത്തെ ഈ ശാസ്ത്ര ലോകം എന്ന് പറയുന്ന ഈ മുന്നേറ്റം, ഈ ഒരു ഡെവലപ്മെന്റ് സൗദി അറേബ്യ പോലും അംഗീകരിച്ചു കൊണ്ടുപോകുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും നല്ല രീതിയിൽ മുസ്ലിങ്ങൾ ഇന്നത്തെ ഈ ഒരു ഡെവലപ്മെന്റ് അംഗീകരിക്കുകയും അത് ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. കാരണം നമുക്ക് ഈ കിട്ടുന്ന സ്വാതന്ത്ര്യം, ഈ കിട്ടുന്ന ഈ ഒരു ഡെവലപ്മെന്റ് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. നമുക്കറിയാം മലാല യൂസുഫ്സായി കുട്ടികൾക്കുള്ള പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം നിഷേധിച്ച സമയത്ത് നമുക്കറിയാം, നമ്മളെല്ലാവരും കണ്ടതാണ് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളും ഇത്രയും കുട്ടികൾ വധിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ട് പോലും ആ മലാല യൂസുഫ്സായി അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി, ഒരു നല്ല ജീവിത സാഹചര്യം കെട്ടിപ്പടുത്തെടുക്കുന്നതിന് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടി സമരം ചെയ്ത ആ ഒരു ഇത് നമ്മളെല്ലാവരും ആ ഒരു ന്യൂസ് അറിഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് വളരെയധികം ഖേദകരമായി പോയി ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം താലിബാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു ഭരണാധികാരിയായിരുന്ന ഒരു വനിതയാണ് ഇന്ദിരാഗാന്ധി. അതുപോലെ തന്നെ മറ്റ് ഒത്തിരി വനിതകളെ, ഒത്തിരി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന വിസ്ഡമുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള വനിതകളെ നമുക്ക് കെട്ടിപ്പടുത്ത് എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ശാസ്ത്ര ലോകം എന്ന് പറയുന്നത്. അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു രാജ്യത്തിന്റെ ഈ ഒരു സിസ്റ്റം രീതിയെ തന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ ഖേദകരമായി പോയി. ഒരിക്കലും നമുക്കിത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ വിരൽ തുമ്പില് വിജ്ഞാനവും ഉണ്ട്, വിനാശവും ഉണ്ട്. ഏത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടാണ്. അതെ, അതിനെ പക്വതയോടുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഏത് ഇന്റർനെറ്റ് മാത്രമല്ല, വീട്ടിൽ കരക്കരിയുന്ന കത്തിയായാലും അത് തന്നെയാണല്ലോ. ഏത് സാധനം ഉപയോഗിക്കുമ്പോൾ അതിനെ ആ തരത്തിൽ ഉപയോഗിക്കുക. വളരെ വാല്യുബിളായ അഭിപ്രായം തന്നെയാണ് ശൈല ജാസ്മിൻ പനവൂരിൽ നിന്നുള്ള പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് നമ്മുടെ പൊതുവേദിയിൽ അഭിപ്രായപ്പെട്ടത്. എങ്ങനെയൊക്കെയാണ് ഇത് ലോകത്തെ ബാധിക്കുന്നത് എന്നതിൽ തന്നെ. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പുതിയ കാലത്തൊക്കെ ആളുകൾ അധാർമികരായി പോകും, അല്ലെങ്കിൽ മൂല്യച്യുതി വരും. നമ്മുടെ പല ആളുകളുമൊക്കെ ഇത്തരം വാദക്കാരൊക്കെ ഉന്നയിക്കുന്നതാണ് സ്ഥിരമായിട്ട്. പുതിയ കാലം മാറിയതുകൊണ്ട് എന്തോ വലിയ മൂല്യച്യുതി വന്നു പോയതൊക്കെ. അങ്ങനെ അവരിപ്പോൾ ഇന്റർനെറ്റ് തന്നെ അങ്ങ് നിരോധിച്ചിരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കിരൺ ബാബു, 6ാം ക്ലാസ് കൂടുതൽ പഠിക്കാൻ അവകാശമില്ല അവിടെ ഈ ഭരണത്തിനെ കൂടുതൽ. ഐക്യരാഷ്ട്രസഭ അന്ന് ഇടപെടണമായിരുന്നു. ഇപ്പൊ ഇവര് മുജാഹിദുകളോ ജമാഅത്തെ ഇസ്ലാമിയോ അഹമ്മദിയനോ ഷിയാക്കാരൊന്നുമല്ല, ഇവർ ഒറിജിനൽ സുന്നികളാണ് ഇവര്. ഇത് ഈ നാട്ടില് നമ്മുടെ വിനാശത്തിലേക്ക് വന്ന ആദ്യത്തെ ചവിട്ടുപടിയാണ് ഈ യുദ്ധമാർ, ഈ സാധനങ്ങൾ. ഇവരെ കൃത്യമായിട്ട് നാട് ഒറ്റക്കെട്ടായിട്ട്, ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ മുസ്ലിങ്ങൾക്ക് ഈ അഭിപ്രായം ഉണ്ടാവില്ല.
സാധാരണ മുസ്ലിങ്ങൾക്ക് ഈ അഭിപ്രായം ഇവർ കൊടും നമ്മുടെ തീവ്രവാദികളാണ്. നാട്ടിൽ എന്ന് മാത്രമല്ല കടുത്ത യാഥാസ്ഥികത പുലർത്തുന്ന മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കോ അവിടുത്തെ ജനതയ്ക്ക് പോലും ഈ അഭിപ്രായമില്ല. പിന്നെയല്ലേ ഉണ്ടാവില്ല. പക്ഷെ ഇതൊരു വലിയ ഒരു വിനാശകരമാണ്. ഞാൻ പറഞ്ഞു ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടം ജീവിക്കാൻ പോയി അനുഭവിക്കാൻ പാടില്ല. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്രമാത്രം ക്രൂരന്മാരാണ് ഇവര്. ഒരു കുട്ടിക്ക് 6ാം ക്ലാസ് അത്ര പഠിക്കാൻ പറ്റില്ല നാട്ടില്. ഇതൊക്കെ ഓരോ മുസ്ലിം ഈ നാട്ടിൽ ഓരോ മുസ്ലിങ്ങൾ ചിന്തിക്കണം. ഇത്തരം അവസ്ഥകൾ ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ഇവരൊക്കെ കൃത്യമായിട്ട് ഐക്യരാഷ്ട്രസഭ ഇടപെട്ടിട്ട് ഇത് സാധനങ്ങളെ ഭരണത്തിന് പുറത്താക്കണം മൊത്തം. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാബുരാജാണ് നീലേശ്വരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാബുരാജ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു ഭരണാധികാരി തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ രാജ്യത്ത് ഇനി ഇന്റർനെറ്റ് വേണ്ട, ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ അത് സദാചാരത്തിനെതിരാണ് എന്നൊക്കെയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എൻ്റെ അഭിപ്രായം വെച്ചാൽ ഈ ഇന്റർനെറ്റിന് കുഴപ്പമില്ല, മനുഷ്യന്റെ കാഴ്ചപ്പാടിന് കുഴപ്പം. അതായത് നമ്മളത് സത്യസന്ധമായിട്ട് ഉപയോഗിക്കുമെങ്കിൽ നല്ലതാണ്, അല്ല തിന്മ വഴി ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയാവും പ്രശ്നം വരുന്നത്. അതായത് നിരോധനം ഒരു ഉത്തരവല്ലല്ലോ. പാസ്സാക്കിയാൽ മതിയായിരുന്നു. അല്ലാതെ ഇന്നത്തെ കാലത്ത് എല്ലാ സുഖസേവനം കൊണ്ട് ഇത് കട്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാജ്യം ഇടപെട്ട് അത്രയും പെട്ടെന്ന് മനുഷ്യ മൂല്യം അവിടെ കാണണം. അവര് പറയുന്നത് അവിടെ നിരോധിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അന്താരാഷ്ട്ര സംഘടനകളുടെ കണക്കെടുപ്പിൽ അവിടെ 1% അവിടുത്തെ ഇന്റർനെറ്റ് ഉപയോഗം താഴ്ന്നു. അതിനർത്ഥം അവിടെ ഇന്റർനെറ്റ് കിട്ടുന്നില്ല എന്നാണ്. എല്ലാവരും ഇടപെട്ട് അവരത് ശരിക്കും ശരിയാക്കുന്നതാണ് എന്റെ അഭിപ്രായം. ശരി, KG കുമാറാണ്, കൊട്ടാരക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഫ്ഗാനിസ്ഥാൻ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നല്ലോ ഇത്, ഈ അഫ്ഗാനിസ്ഥാൻ. മറ്റ് ലോകത്തെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളെക്കാളും മുന്നേ പുരോഗതിയിലേക്കൊക്കെ വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ആ നാട്ടിലാണ് 80കളിൽ തന്നെ സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന, യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്ന നിരവധി സ്ത്രീകളുണ്ടായിരുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി വളരെ ഉയർന്ന സ്ത്രീകളുണ്ടായിരുന്ന, മോഡേൺ ഡ്രസ്സൊക്കെ അന്നേ ധരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു നാടുകൂടിയാണത്. അവിടെ ആ ബുദ്ധന്റെ പ്രതിമ എന്ന് തകർത്തോ അതിനുശേഷമാണ് അവിടെ അധോഗതി തുടങ്ങിയത്. കാര്യം ഒരു അധോഗതി അതിന് മുമ്പേ തന്നെ തുടങ്ങി. താലിബാൻ അവിടെ ശക്തി പ്രാപിച്ച കാലം മുതൽ അവിടെ അധോഗതി തുടങ്ങിയിരുന്നു. അതെ ഈ ആ ഒരു പ്രസിഡന്റിനെയൊക്കെ തല്ലിക്കൊന്ന് തലകീഴായിട്ട് കെട്ടിത്തൂക്കുന്ന ഒരു മാനസികാവസ്ഥ അങ്ങനൊക്കെ ഒരു രാജ്യത്ത് നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഇവന്മാർ ഈ ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങളെ ഇപ്പൊ കുട്ടിച്ചോറാക്കിയത്. കാര്യം എന്ത് നല്ല രാജ്യമായിരുന്നു ഇറാൻ, അത് തകർത്തില്ലയോ? ഇത് ആവശ്യമില്ലാത്ത പരിപാടികളാണ് കൈയിരിക്കുന്നത് മൊത്തം. അതുകൊണ്ട് ഈ പിന്നെ ഇവിടെയും ചില തീരെ യാഥാസ്ഥികരായിട്ടുള്ള ചില സംഘടന നമ്മുടെ ഇന്ത്യയിലും ഈ ഇങ്ങനൊന്നും അല്ലെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ഇതായിട്ട് ഇതിന്റെ കൊച്ചടിയന്മാരായിട്ടുള്ള ആളുകൾ ഇന്ത്യയിലും അത്തരം ചില യാഥാസ്ഥികരൊക്കെ ഉണ്ട്. മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് പഴമയിലേക്കുള്ള പണ്ടെന്തോ കാലം മഹത്തരമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തിൽ ചില അനിയന്മാരൊക്കെ ഉണ്ട്. അത് കാലത്തിനനുസരിച്ച് മാറണം. കാര്യം ഈ ലോകത്ത് ഏറ്റവും സ്വാതന്ത്ര്യത്തോടും യാഥാസ്ഥികത വേണമെങ്കിൽ അങ്ങനെയും എങ്ങനെ വേണമെങ്കിലും മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് നല്ല എല്ലാം അറിയാവുന്ന ആൾക്കാർ അത് തുറന്നു പറയുന്നു സമ്മതിക്കുന്നുമുണ്ട്. അല്ലാത്ത ആൾക്കാരാണ് വെറുതെ ഈ യാഥാസ്ഥികത. കാര്യം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇറാൻ ഏതാണ്ട് തകർന്നു പോയി, ഇറാഖ്, അതേപോലെ ലെബനോൺ, ലിബിയ, സിറിയ, ഏതെല്ലാം രാജ്യങ്ങളാണ് വെറുതെ ആവശ്യമില്ലാതെ തകർത്ത് കളഞ്ഞത്. നല്ല രീതിയിൽ കൊണ്ടുവരുന്ന രാജ്യം. ഇത്തരം സംഘടനകൾ ഇത്തരം യാഥാസ്ഥിക മൂല്യങ്ങൾ എന്ന പേരിലാണ് ഇവരൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത്. അതിന് യഥാർത്ഥത്തിൽ അത് എല്ലാ ലോകത്തെ പല സ്ഥലങ്ങളിലും അത്തരം വലതുപക്ഷ ശക്തികൾ ഇങ്ങനെ പതിയെ വേരുറപ്പിക്കുന്ന ചിത്രം കൂടി വരുന്നുണ്ട് എന്നത് ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കൂടിയാണ്. ശ്രീ മധു ആണ് കോഴിക്കോട് നിന്നും. ശ്രീ മധു, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, ആദ്യം ഞാൻ ഈ വിഷയം എടുത്തത് തന്നെ എനിക്ക് വിയോജിപ്പുണ്ട്. എന്തിനാണ് നമ്മൾ ഈ ഇത് വളരെ എന്താ പറയുക താലിബാൻ എന്ന് പറഞ്ഞ രാജ്യം തന്നെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. കാരണം അത്രയും വളരെ 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 മോശമാണ് അവിടുത്തെ. ഞാൻ മാത്രമല്ല, നിങ്ങളും ഈ ലോകം മുഴുവൻ. ശ്രീ മധു, ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഈ ലോകത്ത് പല സ്ഥലങ്ങളും ഇപ്പോൾ ഈ പഴമയിലേക്കുള്ള തിരിച്ചുപോക്ക്, പഴയ മൂല്യങ്ങളിലേക്കുള്ള തിരിച്ചുപോക്ക് എന്നൊക്കെ മട്ടിൽ തീവ്ര വലതുപക്ഷ സംഘടനകളും ആശയങ്ങളും ഒക്കെ ശക്തിപ്പെട്ടു വരികയാണ്. അതിൻ്റെ ഒരു മൂർത്തഭാവമാണ് യഥാർത്ഥത്തിൽ താലിബാനിൽ ചെയ്തത്. അത് അവിടെ ഒരു വിഭാഗം ചെയ്യുന്നു, മറ്റു സ്ഥലത്ത് ചെറിയ മട്ടിൽ മറ്റു ചില വിഭാഗങ്ങളൊക്കെ അതിനെ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതല്ലേ? അല്ല സാർ, ഞാൻ പറയട്ടെ. അതായത് ഇത് അവിടെ ഇന്റർനെറ്റ് അല്ല, അവിടെ അതിനേക്കാൾ മോശമായ അവിടുത്തെ ജീവിത രീതി, അവിടുത്തെ ജനങ്ങള്, സാധാരണക്കാര്, സ്ത്രീകള്, കുട്ടികള് എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് സാർ മനസ്സിലാക്കണോ?
ഈ ഇന്റർനെറ്റിൽ. അതിന്റെ മുന്നേ ഭയങ്കര ബുദ്ധിമുട്ടാ. അതിപ്പോ നേരത്തെ സംസാരിച്ച ആള് കണ്ടില്ലേ. ശരി, ശ്രീ മധുവാണ് കോഴിക്കോട് നിന്നും. ശ്രീ രഘുനാഥാണ് ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രഘുനാഥ്, താങ്കൾക്ക് പറയാം. ആ അല്ല, ഇത് ഇത്രയും നേരം പറഞ്ഞതൊക്കെ കറക്റ്റാണ് എല്ലാവരും. പക്ഷെ അതിന് വേറൊരു സൈഡും കൂടി ഉണ്ട്. അതായത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെതിരെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ആ കൺട്രി, ചെറിയ കൺട്രികളെ നശിപ്പിച്ച് കളയുന്നത് അമേരിക്കൻ സ്വഭാവമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ബംഗ്ലാദേശിനെ കണ്ടറിയാം, നേപ്പാളിനെ, ജെൻസി കണ്ടറിയാം, ശ്രീലങ്കയെ കണ്ടറിയാം. ഇങ്ങനെ ഇവര് ചെയ്തുകൊണ്ടിരിക്കും. അതിന് മുൻകരുതലായിട്ടാണ് ഇതെടുത്തതെന്ന് എനിക്ക് ഞാൻ ഫീൽ ചെയ്യണു. രണ്ടുമുണ്ട്. അവര് ഇതിന് മുമ്പുള്ളതൊക്കെ നശിപ്പിച്ചതാണ്, സമ്മതിക്കാം. പക്ഷെ ഇതൊരു മുൻകരുതലാണ്. ഇവര് ഒതുക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എയർപോർട്ട് ഉണ്ട്. എയർപോർട്ടിൽ അമേരിക്ക ചോദിച്ചു, അപ്പൊ ഇവര് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഇവരെ തകർക്കാൻ വേണ്ടി അവര് ചെയ്യും. വിത്തിൻ 1 ഇയറിനുള്ളിൽ ഇത് അവര് എടുക്കുന്നുള്ള ഒരു ഇതാണ്. അപ്പോ അതുകൊണ്ട് രണ്ട് സൈഡും നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റേതുകൊണ്ട് ശരിയാണ്, അവർ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ്. അവിടെ മലയിലെ ബുദ്ധന്റെ പ്രതിമകൾ നശിപ്പിച്ചു, അത് ഇത് മുഴുവൻ എല്ലാവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കി, എല്ലാം ശരിയാണ്. പക്ഷെ അവരുടെ സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അവർ ഫേസ് ചെയ്യേണ്ടത്. ശരി, നമ്മുടെ അഭിപ്രായം. നമുക്ക് ഇതിനിടയിൽ ചില യൂട്യൂബിലെ കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. സുനിൽകുമാർ നമസ്കാരം, കിരൺ എന്ന് പറയുന്നു. ജയകുമാർ നമസ്കാരം. അങ്ങനെയല്ല, പോത്തിന് എത്ര ഏത്തവാഴ അറിയാമെന്നാണ്. പോത്ത് ഏത്തവാഴ നിന്ന് നശിപ്പിച്ചതിന് പരാതി പറയാൻ ചെന്നയാളോട് പറഞ്ഞ മറുപടിയാണിത്. ഫൈബർ തേയില്ല, കത്തൂല്ല എന്നൊക്കെ പറയുന്നു. അത് ഓരോ നാട്ടിലും ഓരോ രീതിയിലൊക്കെ ആയിരിക്കും. പോത്തിന് എന്ത് ഏത്തവാഴ എന്ന് പറയുന്നത് എത്ര അങ്ങനെ അർത്ഥത്തിലുള്ളൊരു ചൊല്ലല്ല. ഏത്തവാഴയുടെ ഗുണത്തെക്കുറിച്ച് പോത്തിനറിയില്ല, അതുകൊണ്ട് പോത്ത് അതിനെ ആ തരത്തിൽ കാണില്ല. അതുകൊണ്ട് പോത്തിനോട് ഈ വേദം ഓതിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്ന പോലെ ഒരു അതിൻ്റെ ഗുണം അറിയാത്തതിനെ അത്തരം ഉപമയും അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചൊല്ലാണ്. അത് ഓരോ നാട്ടിലും പല തരത്തിലൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. എനിക്കറിയാവുന്ന ഒരു രീതിയിൽ പറഞ്ഞു. താങ്കൾക്ക് മറ്റു രീതികളിലുമൊക്കെ എല്ലാ ചൊല്ലുകൾക്കും അങ്ങനെയൊക്കെ പ്രാദേശിക വ്യത്യാസങ്ങൾ ഉണ്ട്. അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കില്ല, ഇപ്പോൾ ഇൻ്റർനെറ്റുമില്ല. ഇവരൊക്കെ ഏത് യുഗത്തിലെ മനുഷ്യരാണ്? മതഭ്രാന്ത് മൂത്ത ഇത്തരം വിഷവിത്തുകളെ ഇല്ലാതാക്കണമെന്ന് സുൽകുമാർ പറയുന്നു. അഫ്ഗാനിസ്ഥാൻ വിദ്യാഭ്യാസത്തിലും മറ്റിലും മുന്നിൽ നിന്ന രാജ്യമായിരുന്നു. അത് ഇല്ലാതാക്കാൻ നടത്തിയ ലഹള എവിടെ ചെന്നെത്തിയെന്ന് ഷാജി ഭാസ്കരൻ ചോദിക്കുന്നു. സമ്മാനം വാങ്ങാൻ ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറിയപ്പോൾ ഓടിച്ച ആളുകൾ ഇവിടെയും ഉണ്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനെ പലതരത്തിൽ സുനിൽകുമാർ ഈ മതം എപ്പോഴും മത തീവ്രവാദം ഉയർത്തുന്ന ആളുകളൊക്കെ, അതിന് ഏത് മതമായിക്കോട്ടെ, അവരെല്ലാവരും പറയുന്നത് അവരുടെ പഴയ മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോകണം. എന്താണ് ഈ വലിയ മൂല്യം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നില്ല. പണ്ട് കാലത്തുണ്ടായിരുന്നതിനേക്കാൾ മൂല്യങ്ങളൊന്നും ഒരു ലോകത്തും കുറഞ്ഞു പോയിട്ടൊന്നുമില്ല. ആളുകളൊക്കെ പണ്ട് കാലത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിതമാണ് ഓരോ തലമുറയും പുതിയ തലമുറ വരുമ്പോൾ ജീവിക്കുന്നത്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ പോലുള്ള ചില രാജ്യങ്ങളിലൊക്കെയാണ് പണ്ട് നന്നായി ജീവിച്ചിരുന്നൊരു ജനതയാണ്. അവിടെയൊക്കെ ഈ വലതുപക്ഷ മതഭ്രാന്തന്മാർ കടന്നു കയറുന്ന സ്ഥലങ്ങളിലെല്ലാം പതിയെ പതിയെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നതുകൂടി നമ്മൾ തിരിച്ചറിയണം. താലിബാനെ വളർത്തി വലുതാക്കി അമേരിക്ക അവർക്ക് ഭരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പോൾ മൗനം പാലിക്കുകയാണെന്ന് VC തോമസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുതന്നെയാണ് ചരിത്രപരമായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. താലിബാൻ എങ്ങനെ എന്നൊരു സംഘടന എങ്ങനെ വളർന്നു എന്നതും അവസാനം അവർ ഈ പാല് കൊടുത്ത കൈക്ക് തന്നെ എങ്ങനെ കൊത്തി എന്നതും പിന്നീട് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക എന്താണ് ചെയ്തതെന്നുള്ളതും അവസാനം വഴിയിലിട്ട് ആ രാജ്യത്തെ താലിബാനെ ഏൽപ്പിച്ച് മടങ്ങിയതെങ്ങനെ എന്നതൊക്കെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. വിഷയദാരിദ്ര്യമാണോ ഇവിടെ ഒരുപാടുണ്ടല്ലോ എന്ന് സിയോൺ പറയുന്നത്. സിയോൺ, നമ്മൾ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഇവിടെ ലോകത്ത് ഒരു രാജ്യത്ത് ഇൻ്റർനെറ്റ് നിരോധിക്കപ്പെട്ടാൽ നാളെ മുതൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഭീകരമായിരിക്കുന്നു എന്നത് ഓർക്കണം. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് മലയാളി എന്ന നിലയ്ക്ക് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് ഇത്തരം വിഷയങ്ങൾ എടുക്കുന്നത്. അല്ലാതെ വിഷയദാരിദ്ര്യം ഒന്നും ഉള്ളതുകൊണ്ടല്ല ഇത്തരം വിഷയങ്ങൾ എടുക്കുന്നത്. എടുക്കാൻ ആവശ്യം പോലെ വിഷയങ്ങൾ കേരളത്തിൽ എന്നും എക്കാലവും ഉണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി താങ്കൾ തിരിച്ചറിയുക. ശ്രീ ഹരീഷാണ് മംഗലാപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഹരീഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ്. ഇന്റർനെറ്റ് ഇല്ലാണ്ടാവുമ്പോൾ വല്ലാത്തൊരു പ്രശ്നം തന്നെ. പക്ഷെ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഫ്ലക്സ് കാർഡും ഇതെല്ലാം പൊടിച്ചിട്ട് പ്രതിഷേധിച്ചാൽ ചിലപ്പോൾ അവർക്ക് അറിയാൻ ചാൻസസ് ഉണ്ട്. അതാ ഞാൻ പറയുന്നത്. ശരി, അത്തരം പ്രതിഷേധങ്ങളൊക്കെ ലോകത്ത് എവിടെ നടക്കുന്ന അനീതിക്ക് നേരെയും ഉയരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ പ്രതിഷേധങ്ങളൊക്കെ ഉയരണം. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. നമ്മൾ എത്രയോ കാര്യങ്ങളിൽ അത്തരം പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. ശ്രീ ചന്ദ്രബാബു ആണ് അദ്ദേഹം വിളിക്കുന്നത്, ചിറയൻകീഴിൽ നിന്നാണ്. ശ്രീ ചന്ദ്രബാബു, താങ്കൾക്ക് പറയാം. പിന്നെ നമ്മളെ നജീബുള്ളയുടെ കാലത്ത് വളരെ പരിഷ്കൃതരായ ജനങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അഫ്ഗാനിസ്ഥാൻ.
പക്ഷെ ഇത്ര പെട്ടെന്നാണ് മത തീവ്രവാദികളുടെ കയ്യിലേക്ക് ആ രാജ്യം ചെന്നുപെട്ടതെന്നാണ്. മതത്തെ അല്ലെങ്കിൽ മതം അവരെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഒരു മതത്തെ ഉപയോഗിച്ചാണ് അവർ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ താലിബാനെ കുറിച്ച് കേൾക്കുമ്പോൾ വളരെയധികം നമുക്ക് അഫ്ഗാനിസ്ഥാന്റെ പഴയ ചരിത്രം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും. വളരെ പുരോഗമനപരമായ രീതിയിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത എത്ര പെട്ടെന്നാണ് മത തീവ്രവാദികളുടെ കയ്യിലേക്ക് പോയത് എന്നുള്ളത് ആലോചിക്കുമ്പം വളരെ വിഷമം തോന്നും നമുക്ക്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. ആദ്യമായി ന്യൂസ് 18 ഇങ്ങനൊരു വിഷയം എടുത്തത് ഒരു പോസിറ്റീവാണ്. നമ്മളെ ലോകത്തെ ഇന്ത്യക്കാരനെന്നുള്ള നിലയിൽ ലോകത്തെ എല്ലാ വിഷയത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. ന്യൂസ് 18 എടുത്തത് ഈ സമകാലിക വിഷയം തന്നെയാണ്. അതിന് പ്രത്യേക ഒരു അപ്രിസിയേഷൻ കിരണിനും ന്യൂസ് 18 ചാനലിനും നൽകുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളുടെ ചോദ്യം, ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ഈ ലോകത്ത് ജീവിക്കുവാൻ കഴിയില്ല. എനിക്കായാലും കിരണായാലും നമ്മളെ ഇനി വരുന്ന തലമുറയ്ക്കായാലും നമ്മൾ വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതിരിക്കും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാതിരിക്കും. പക്ഷേ ഈ മൊബൈലോ ഇന്റർനെറ്റോ ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. ഒരു ബാങ്കിങ് ഡീലിംഗ് നടത്താനോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് നടത്താനോ ലോകത്ത് വിരൽത്തുമ്പിൽ വരുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം അതിനെയൊക്കെ കൂച്ചുവിലങ്ങിടുന്നത് ശരിയല്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക വിരുദ്ധ രാഷ്ട്രമെന്ന് പറയാൻ പറ്റും. ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. പക്ഷേ മത തീവ്രവാദം ഭരിക്കുന്ന ഒരു ഗവൺമെന്റാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റ്. ആ താലിബാൻ ഗവൺമെന്റിനെ ഇസ്ലാം വിരുദ്ധതയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല പൊതുജന ബന്ധങ്ങൾ ഒഴിവാക്കണമെന്നും ഇതേണക്കുള്ള. നേരത്തെ ഒരു പ്രേക്ഷകർ പറഞ്ഞതുപോലെ, ഒരു സഹോദരി പറഞ്ഞതുപോലെ, സൗദി അറേബ്യ ലോകത്ത് ഏറ്റവും ഇസ്ലാമിന്റെ ആസ്ഥാനം, മുസ്ലിങ്ങളുടെ ആ ആസ്ഥാനത്ത് പോലും ഇന്റർനെറ്റ് വിരൽത്തുമ്പില ഓരോ സ്കൂളുകളിലും മദ്രസകളിലും എല്ലാം. പക്ഷേ ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ പൗരന്മാരെ കുറ്റം പറഞ്ഞാൽ മതി. അവർ ഈ താലിബാൻ ഗവൺമെന്റിനെ എന്തുകൊണ്ട് ഉൾക്കൊള്ളുന്നു? ഒരിക്കലും ഇതുപോലെയുള്ള തീവ്ര മത ചിന്താഗതിയുള്ള അഫ്ഗാനിസ്ഥാനെ ലോകത്ത് ഒരു സ്ഥലത്തും ഉൾപ്പെടുത്തരുത്. പ്രത്യേകിച്ച് ഇന്ത്യ എന്തെങ്കിലും നയതന്ത്ര ബന്ധം ഉണ്ടെങ്കിൽ പോലും അവര് നമ്മൾ അവസാനിക്കും. കാരണം മനുഷ്യന് ഒരു വിലയും കൊടുക്കാത്ത വെറും മതഭ്രാന്തന്മാരുടെ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. മതഭ്രാന്തന്മാരുടെ അവരുടെ ശൈലിയും അവരുടെ രീതിയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അവരെ കാണുമ്പോൾ തന്നെ അറിയാം തീവ്രവാദികളാണ്. അവിടെയാണ് തീവ്രവാദം ഉള്ളത്. താലിബാനിസ്റ്റുകളാണ് ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദികൾ. അതുകൊണ്ട് ആ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യണം. പ്രത്യേകിച്ച് ന്യൂസ് 18 ആ വിഷയം ചർച്ച ചെയ്യാൻ തന്നെ എടുക്കണം. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ബിനോയ് അത്തരം വിഷയങ്ങൾ നമ്മൾ എടുക്കുന്നത്. നമ്മൾ കൂടി അറിയേണ്ടതാണ്, ലോകത്ത് ഏത് മതത്തിൻ്റെതായാലും തീവ്രവാദ ശക്തികൾ, കടുത്ത തീവ്രവാദ വലതുപക്ഷ ശക്തികളൊക്കെ നമ്മളോട് കൂടുന്ന നിങ്ങളുടെ മൂല്യങ്ങളാകെ നഷ്ടപ്പെട്ടു പോയി, പഴയ ഏതിലൊക്കെ തിരിച്ചു പോകണം എന്നൊക്കെ പറയുമ്പോൾ, ആ മൂല്യങ്ങളൊക്കെ സംരക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതിന് പിന്നിൽ ഇത്തരം വലിയ അപകടങ്ങൾ കൂടി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയണം. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്നും. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കാലത്ത് ഒരു ഭരണകൂടം തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇനി ഇന്റർനെറ്റ് വേണ്ട, ഞങ്ങളുടെ നാട്ടിൽ ഇനി ടെലികോം സൗകര്യങ്ങൾ വേണ്ട എന്നൊക്കെ. എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നത്? നമസ്കാരം. ഒരു നല്ലൊരു ഭരണം നടത്തിക്കൊണ്ടിരുന്നതാണ് അഫ്ഗാനിസ്ഥാൻ. അവിടെ ഈ അമേരിക്ക ഏത് രാജ്യത്ത് കാല് കുത്തുന്നോ ആ രാജ്യങ്ങളെല്ലാം അധപ്പതിച്ചുകൊണ്ടേയിരിക്കും. അവിടെ കഴിയുന്നത് പിടിച്ചു പറിച്ച് താലിബാന്റെ കൊടുത്ത്, താലിബാൻ എന്ന് പറയുന്ന ഹമാസും താലിബാനും ഒന്നാണ്. ഒരേ രീതിയിലുള്ള ഭീകരവാദക്കാര് ഹമാസും താലിബാനും. അവിടെ കൈ കൊടുത്ത് അവിടുത്തെ ജനങ്ങൾ ഇനി എന്തോ അനുഭവിക്കാനുണ്ട്? ഇതിൽ കൂടുതൽ ഇനി എന്തോ വരാനുണ്ട്? ഇന്റർനെറ്റ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒരു കാര്യങ്ങളും അറിയാൻ പറ്റത്തില്ലല്ലോ. ഈ ലോകത്തുള്ള ഒരു കാര്യങ്ങളും അവർക്ക് അറിയാൻ പറ്റത്തില്ല. ആ അവസ്ഥയിലെത്തിച്ച് ഇതിന് അഫ്ഗാനിസ്ഥാനല്ല ഇതിന്റെ ഉത്തരവാദി, താലിബാനാണ്. താലിബാനാണ് ഈ ഏറ്റവും പന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരാണ്. എനിക്കതായി പറയാനുള്ളത്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ മൊയ്തീൻ കുഞ്ഞ്. ശ്രീ രതീഷാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ രതീഷ്, ഈ രാജ്യത്തെ സദാചാര മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത്?
എന്തായാലും അവിടെ ഇപ്പോൾ ഇൻ്റർനെറ്റ് സേവനം നിർത്തലാക്കിയിരിക്കുന്നു. അതങ്ങനെ ഇല്ല എന്നൊക്കെ ഔദ്യോഗികമായി അവർ പറയുന്നുണ്ട് എങ്കിലും എന്തായാലും ഇൻ്റർനെറ്റ് അവിടെ ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, അപ്പോൾ ലോക വിവരങ്ങൾ അറിഞ്ഞെങ്കിലല്ലേ ആൾക്കാർ പ്രതികരിക്കത്തുള്ളൂ. അപ്പൊ അതില്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എളുപ്പമുണ്ടല്ലോ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ നാട്ടിലെ അന്നേലും കുറെ ഇവരെ ഈ മുസ്ലിം വിഭാഗം തന്നെ എക്സ് മുസ്ലിം എന്ന് പറയുന്നവർ പറയത്തില്ലേ ഇന്റർനെറ്റ് ഇസ്ലാമിന്റെ അന്തകനാകും എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ഉള്ളവർ തന്നെ പ്രതികരിക്കുന്ന കാണാമല്ലോ. ഉള്ള കാര്യങ്ങൾ പറയുമ്പം പറയാതിരിക്കാൻ വേണ്ടിയുള്ള സോഴ്സുകൾ അടയ്ക്കുക എന്നുള്ളത് എല്ലാത്തിന്റെ ഒരു രീതിയാണ്. അത് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും വരുമല്ലോ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ തോമസ് ആണ് കോന്നിയിൽ നിന്നും. ശ്രീ തോമസ്, ഇവർ ഏത് കാലത്തിലായിരിക്കും ഇപ്പോഴും ജീവിക്കുക എന്നത് അത്ഭുതപ്പെടുത്തുന്നുണ്ടോ? ലോകത്തിൽ ഏത് മുസ്ലിം രാഷ്ട്രങ്ങളുണ്ടോ അവിടെ എല്ലാം ഇതുപോലുള്ള സംഘടനകളുണ്ട്. മുസ്ലിം രാജ്യങ്ങൾ മൊത്തം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഈ താലിബാൻ പോലുള്ള സംഘടനകൾ വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. പിന്നെ താലിബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അവിടെ അമേരിക്കയെ വെറ്റി ചാടിച്ചേച്ച് അവർ ഭരണം പിടിച്ചെടുത്തു. സ്ത്രീകളെ സന്താനം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീനായിട്ടാണ് ഇവർ കാണുന്നത്. പുറത്തിറങ്ങാൻ പറ്റൂല, തലമൂടി തിരക്കാത്തിരുന്നോണം, കണ്ണു മാത്രം വെളിയിൽ കാണിച്ചോണ്ട്. ഈ ലോകത്ത് ആകമാനം ഇത്തരം മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഇത്തരം സംഘടനകളെ, പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം അവർക്ക് രൂപം നൽകി അതിന് പാലുട്ടി തേനുട്ടി എന്ന് പറഞ്ഞാൽ പണവും ആയുധങ്ങളും കൊടുത്ത് വളർത്തിയ രാജ്യത്തിന്റെ പേര് കൂടി നമ്മൾ ഓർക്കണ്ടേ ഈ സമയത്ത്? അത് അമേരിക്ക പിന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുണ്ട് പേടിച്ച് ചാടിപ്പോയി, നിക്കക്കല്ലില്ലാതെ. ഈ താലിബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാൻ ഒരു ഭയമില്ല, ചാവേറുകളായിട്ട് മാറുന്നവരാണ് ഇത് മുഴുവൻ. അമേരിക്കൻ സൈന്യം അവിടുന്ന് പേടിച്ച് വരുന്ന ചാടി പോയി. പിന്നെ സ്ത്രീകള് പുറത്തിറങ്ങാൻ വിദ്യാഭ്യാസം കൊടുക്കില്ല, പുറത്തിറങ്ങാൻ പറ്റുമില്ല, അവർക്ക് ആഹാരമില്ല. അവിടെ ഒള്ളി വൺ കാര്യം മാത്രമേ നടക്കുന്നുള്ളൂ, ഓപ്പിയം കൃഷി ചെയ്യുക, മലയോര പ്രദേശങ്ങളിൽ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുക, അത് വിദേശ രാജ്യങ്ങളിലോട്ട് കടത്തുക. ഇതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി. അപ്പൊ അവിടുത്തെ ജനങ്ങള് പ്രതികരിക്കാതെ ഇതിനൊന്നും ഒരു മാറ്റം വരില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ദിവാകരനാണ് ആലുവയിൽ നിന്നും. ശ്രീ ദിവാകരൻ, നമുക്ക് ഇങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനെങ്കിലും കഴിയുമോ? അല്ല, നമ്മൾ ചിന്തിക്കണേ, നമ്മുടെ അമ്മായിയുടെ മക്കളൊന്നും അവിടെ ഇല്ലല്ലോ. കണ്ടോ, നമ്മുടെ ഈ മുസ്ലിം രാഷ്ട്രങ്ങളിലെല്ലാം ഇതുപോലെ തന്നെ കുറെ മാറി. ഇപ്പൊ കുറെ ആളുകൾ അതിൽ നിന്നൊക്കെ മാറിയെങ്കിലും ശ്രീ ദിവാകരൻ, മറ്റേ ഏതെല്ലാം മുസ്ലിം രാജ്യങ്ങളിലാണ് ഇങ്ങനെ നടക്കുന്നത്? ഇവിടെ ഇപ്പൊ നമ്മുടെ കേരളത്തില് മുസ്ലിം സ്ത്രീ മരിച്ച അന്യപുരുഷന്മാരെ കാണിക്കാത്ത സ്ഥലങ്ങളുണ്ട് നമ്മുടെ കേരളത്തില്. അതറിയാമോ? നിങ്ങൾക്കറിയാമോ? കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമല്ല, ഹിന്ദുക്കളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ഒക്കെ അതിശക്തമായ രീതിയിലുള്ള അനാചാരങ്ങൾ ഒരുപാട് നിലനിൽപ്പുണ്ട്. ഇല്ല, വേറെ ഒരു മതത്തിന്റെ എല്ലാ മതത്തിലും ഉള്ള എല്ലാ മതവും വലിയ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അതിന് ഏത് മതമായിക്കോട്ടെ, ആ മതങ്ങളിലെല്ലാം അനാചാരങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്, യാതൊരു സംശയവുമില്ല. ഇല്ല, ഇതൊക്കെ എല്ലാ മതങ്ങളിലും ഇതൊക്കെ മാറ്റുന്നുണ്ട്. ഇവരെന്താ മാറ്റാത്ത? ഇത് ലോകത്ത് വേറെ ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങൾ ഈ പറയുന്നത് പോലെ അവിടെ താലിബാന്റെ ഈ നീക്കങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വേറെ ഏതെങ്കിലും രാഷ്ട്രങ്ങൾ ഇതുപോലുള്ള നടക്കുന്നുണ്ടോ? ഇന്റർനെറ്റ് നിഷേധിക്കാനും. അതാ ഞാൻ ചോദിച്ചത്, മറ്റു മുസ്ലിം രാജ്യങ്ങളൊക്കെ താലിബാനെ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി കാണേണ്ട കാര്യമുണ്ടോ? താലിബാൻ ഒരു തീവ്രവാദി സംഘടനയാണ്. ആ സംഘടന എങ്ങനെയാണ് ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി ശ്രീ ദിവാകരൻ കാണുന്നത്? അവിടെയുള്ള ജനങ്ങളെല്ലാം അവരംഗീകരിച്ചിട്ടാണോ? അമേരിക്കയല്ലേ അവരെ അവിടെ കൊണ്ട് സ്ഥാപിച്ച് അവരുടെ കയ്യിൽ ഭരണം കൊടുത്തിട്ട് പോയത്? അമേരിക്കയല്ലേ, അല്ലാതെ അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത ഏതെങ്കിലും ഭരണകൂടമാണോ താലിബാൻ? പിന്നെ അമേരിക്ക അല്ലാതെ പിന്നെ ആരാണ് ചെയ്തത്? ശ്രീ ദിവാകരൻ, താങ്കൾ എന്തായാലും എനിക്ക് തോന്നുന്നു എന്നെക്കാൾ പ്രായമുള്ള ഒരാളാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും താങ്കളുടെ ചരിത്രബോധം വെച്ച് താങ്കൾ ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച്, കാബൂളിനെ കുറിച്ചൊക്കെ പാഠപുസ്തകങ്ങളിലടക്കം പഠിച്ച അറിവ് കാണും. എത്രയോ കാലമായി വലിയ സംസ്കാര സമ്പന്നരായ മനുഷ്യരുണ്ടായിരുന്ന ഒരു ഭൂമികയാണത്. അവിടുത്തെ സ്ത്രീകൾ എത്രയോ കാലം മുമ്പ്, ഈ നമ്മുടെ സ്ത്രീകളൊക്കെ വിദ്യാഭ്യാസം ചെയ്യുന്നതിനൊക്കെ മുമ്പ് തന്നെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്ന, മിനി സ്കർട്ടിട്ട് നടക്കുന്ന അനേകം സ്ത്രീകൾ ഉണ്ടായിരുന്ന നാടാണ് അഫ്ഗാനിസ്ഥാൻ. ആ രാജ്യത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത് ആരാ? അമേരിക്ക അല്ലാതെ ആരാ? ഇന്ത്യക്കാരാണോ? അതെ, അമേരിക്കയാണോ? അത് ആ രാജ്യത്തുള്ളവർ തന്നെയല്ലേ? ആ രാജ്യത്ത് ഈ തീവ്രവാദി സംഘടന വളർത്തിയത് ആരാണ്?
അവിടുന്ന് സോവിയറ്റ് യൂണിയന്റെ അധികാരത്തെ തകർക്കാൻ വേണ്ടി സോവിയറ്റ് യൂണിയനെതിരായ നീക്കത്തിന്റെ ഭാഗമായി ആരാണ് താലിബാനെ വളർത്തിയത്? അല്ല, വേറൊരു രാജ്യത്ത് നടക്കാത്തത് അവിടെ മാത്രം നടക്കണേ? അതൊക്കെ ചോദിച്ചാൽ വലിയ പ്രയാസമാണ്. മറ്റു പല രാജ്യങ്ങളെ സമാനമായ രീതിയിൽ അമേരിക്ക നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം അറിയേണ്ടത് ഓരോ അവര് വിശ്വസിക്കുന്ന മതത്തിന്റെ പറഞ്ഞേക്കുന്ന അതേ മതത്തിൽ തന്നെ വിശ്വസിക്കുന്ന എത്ര രാജ്യങ്ങൾ. സൗദി അറേബ്യയിൽ ഇങ്ങനെ നിയമമുണ്ടോ? സൗദി അറേബ്യയിൽ എന്നാ ഇതൊക്കെ മാറ്റിയേ? ഞാൻ ചോദിക്കട്ടെ, അവിടെ ഇങ്ങനെ നിയമമുണ്ടോ? ഇല്ലല്ലോ. എത്ര മുസ്ലിം രാജ്യങ്ങൾ ലോകത്തുണ്ട്, അവിടെ എല്ലാം ഇങ്ങനെയാണ് നടക്കുന്നത്. സൗദി അറേബ്യയിൽ ഈ വക നിയമങ്ങളൊന്നും ഉണ്ടായില്ല. കഴുത്ത് വെട്ടണം, കൈ വെട്ടണം ഒന്നും ഉണ്ടായില്ല. അതെന്നാ മാറ്റി തുടങ്ങിയത്? ഇപ്പോഴും ശ്രീ ദിവാകരൻ, അങ്ങനെ ചോദിച്ചാൽ ലോകത്തെല്ലായിടത്തും ഈ ഇന്ത്യയിൽ എന്തെല്ലാം അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. മനുഷ്യനായി പോലും കാണാൻ കഴിയാത്ത ഒരു രാജ്യമല്ലായിരുന്നു ഇന്ത്യ. പരസ്പരം ഒരു വിഭാഗം മനുഷ്യർ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിലൊക്കെ ആളുകളെ വേർതിരിച്ച് മനുഷ്യരായി പോലും വഴി നടക്കാൻ പോലും അവകാശമില്ലാതിരുന്ന മനുഷ്യരുണ്ടായ രാജ്യമല്ലേ ഇന്ത്യ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇരുണ്ട കാലം ഒരുപാടുണ്ട്. അവിടെ നിന്നൊക്കെ ഒരുപാട് മാറി. അതുപോലെയാണ് അവർ മാറിക്കൊണ്ടിരിക്കുന്നത്. എവിടെ മാറിക്കൊണ്ടിരിക്കുന്നു? ഇപ്പൊ ഇന്റർനെറ്റ് നിരോധിക്കണോ മാറണേ? ശ്രീ ദിവാകരൻ, ഞാൻ സൗദി അറേബ്യയുടെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ അഫ്ഗാനിസ്ഥാൻ കൊള്ളാവുന്ന രാജ്യമായിരുന്നു, നന്നായി പോയ രാജ്യമാണ്. ആ രാജ്യത്തെ ഈ മട്ടിലാക്കിയതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി അമേരിക്കയുമാണ്. അവരെ വിശുദ്ധ ഗ്രന്ഥമായിട്ട് കാണുന്ന അവരുടെ മതഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അവര് ചെയ്തെന്ന് നമുക്കെന്ത് കുഴപ്പം? അവര് ചെയ്തോട്ടെ. നമുക്കെന്ത് കുഴപ്പമെന്ന് കാണാൻ കഴിയില്ല ശ്രീ ദിവാകരൻ. നമ്മൾ അങ്ങനെയല്ല പഠിച്ചത്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളായി കാണണമെന്ന് പഠിച്ചവരാണ്. താങ്കൾ ഈ ഒരു മിനിമം താങ്കൾ ഈ പറയുന്ന ഇന്ത്യയിലെ ഒരു തത്വശാസ്ത്രമെങ്കിലും പഠിച്ചാൽ, ആ ഇന്ത്യൻ ഫിലോസഫിയെങ്കിലും പഠിച്ചാൽ താങ്കൾ പറയില്ല അവരിന് എന്തെങ്കിലും പറ്റിയാൽ അതിൽ നിങ്ങൾ കാണേണ്ടതില്ല, അവൻ വേറെ മതക്കാരനല്ലേ എന്ന് ഒരു ഇന്ത്യൻ ഫിലോസഫിയിൽ എവിടെയും പറയുന്നില്ല. താങ്കൾ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്താൽ താങ്കൾ സംസാരിക്കാൻ കഴിയും ദിവാകരൻ. ശരി, ഓക്കെ. നമുക്ക് ഒരു ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ തിരിച്ചു വരാം. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തു നിന്ന് വിളിക്കുന്നത്. ശ്രീ ശിവദാസൻ, എങ്ങനെയാണ് ഈ കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു ഭരണാധികാരികൾക്ക് ചിന്തിക്കാൻ കഴിയുക എന്നത് അത്ഭുതം തോന്നുന്ന ഒന്നല്ലേ? ശ്രീ ശിവദാസ്, നമസ്കാരം. നമസ്കാരമുണ്ട്. ഒരു രാജ്യത്തിന്റെ ഒരു ഭരണാധികാരിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം. അത് ഇന്റർനെറ്റ് നിരോധിച്ചെന്ന് കേട്ടാല് നമ്മളിപ്പോ ഒരു കണ്ടുകൊണ്ടിരിക്കുകയാണ്. 17 വയസ്സുകാരിയായ ഒരു മകൾ അമ്മയെ കുത്തിയ കാര്യം ഫോൺ കണ്ടേന്, അത് ഇന്റർനെറ്റ് ആണല്ലോ. പക്ഷെ അതേപോലെ കാര്യങ്ങള് താലിബാൻ എന്നൊരു സ്ഥലത്ത്, താലിബാൻ എന്നൊരു മുസ്ലിം കൺട്രിയില്, പ്രത്യേകിച്ചും അവിടെ ഒരു പ്രത്യേക ഭീകരം എന്ന് പറയാൻ, അതായത് മുസ്ലിം കൺട്രി പറയാൻ പറ്റില്ല, ഭീകരന്മാർ കൈകാര്യം ചെയ്യുന്ന രാജ്യമാണ് താലിബാൻ. അപ്പൊ അവിടെ അവർക്ക് അത് ചിലപ്പോൾ അത്യാവശ്യമായിരിക്കാം. പക്ഷെ ഇന്നത്തെ കാലത്ത് നിരോധിക്കുക എന്നുള്ളത് ഇന്ന് പുതിയ തലമുറയ്ക്കും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇന്നിപ്പം തന്നെ ഞാനും എന്റെ അനിയൻ പറയുന്ന ചാനലിൽ എഴുതി കാണിക്കുന്നുണ്ട്. 17 വയസ്സുകാരിയായ ഒരു മകൾ അമ്മയെ കുത്തി, ഫോൺ കാണുന്ന കൊണ്ട് ഉള്ള തർക്കമാണ്. അതിന്റെ തെറ്റാണല്ലോ സാറേ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കറിക്കരിയാൻ ഉപയോഗിക്കുന്ന കത്തി കൊണ്ടല്ലേ ആളുകൾ മറ്റുള്ളവരെ കുത്തിക്കൊല്ലുന്നത്? അതുകൊണ്ട് കത്തി നിരോധിക്കാൻ കഴിയുമോ? ഇല്ല, കത്തി ഉപയോഗിക്കുന്ന കാര്യം അത് വേറെ. കത്തി നമ്മളെ ജന്മാന്തര കാലം മുതൽ, അതുപോലെ തന്നെയാണ് ഇന്റർനെറ്റ് ദോഷകരമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ആളുകളെ ബോധവൽക്കരിച്ച് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്, അല്ലാതെ അത് നിരോധിക്കലല്ലോ വേണ്ടത്. അത് ഓക്കെ സാറേ, ഞാൻ തർക്കിക്കാറില്ല സാർ. കാരണം ഈ തർക്കിക്കാൻ ഞാൻ എന്നാലും പറഞ്ഞ സമയം തരാം. കാരണം ഇന്ത്യയിൽ തന്നെ നമുക്ക് എന്തെല്ലാം പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? എന്തെല്ലാം ബോധവൽക്കരണം നടത്തുന്നു. ഏറ്റവും ബുദ്ധിയും കഴിവുള്ള രാജ്യമാണ് ഇന്ത്യ. മതേ രാഷ്ട്രമാണ്, നല്ല ബുദ്ധിയും കഴിവുള്ളവരാണ്. ഒരു കാര്യം വരുമ്പോൾ രാഷ്ട്രീയ ജാതി ഭേദമില്ലാതെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സ്ഥലമാണ് ഇന്ത്യ. പക്ഷെ താലിബാൻ അങ്ങനെയല്ല സാറേ അവിടെ. പക്ഷെ അവിടെ ചില കാര്യങ്ങൾക്ക് നിയന്ത്രണം വെക്കുന്നതിനും അവിടുത്തെ ഭരണാധികാരികളെ അവർ തലമുറയ്ക്ക് വേണ്ടിയോ കുറച്ച് വേണ്ടി അതൊക്കെ നിർത്തലാക്കുക എന്നുള്ള അംഗീകരിക്കുന്നില്ല സാർ. വല്ല കത്തി ഉണ്ട്, ഇപ്പം കത്തി എന്താവും ചെയ്യുന്നത്. പക്ഷെ കത്തി തന്നെ വേണം. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇന്റർനെറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. കത്തിക്ക് വേണ്ടി മീൻ കട്ട് ചെയ്യാനോ പറ്റൂല, കൊല്ലാൻ പോലും പറ്റൂല. ഇന്റർനെറ്റ് അതിൽ കൂടി ഉപദ്രവിക്കാം. പക്ഷെ സാറ് ക്ഷമിക്കണം, പക്ഷെ ഇന്റർനെറ്റ് എന്ന് താലിബാൻ രാജ്യത്ത് ഇന്റർനെറ്റ് കൈകാര്യം ചെയ്യാൻ അവരെന്തെങ്കിലും നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന് വേണ്ടി ആയിരിക്കാം എന്നാണ് എന്റെ അറിവ് വെച്ച് നോക്കുമ്പോൾ. ശരി ശ്രീ ശിവദാസൻ, ഇതൊക്കെ ഏതോ യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ചെയ്യുന്ന ചില ഭ്രാന്തൻ പരിഷ്കാരങ്ങൾ എന്നതിനപ്പുറത്തേക്ക് നമുക്ക് കാണാൻ കഴിയില്ല. ഒരു കാലത്തും ലോകത്ത് എല്ലാ കാലത്തും ഉള്ളതാണ്. പഴയ കാലത്തായിരുന്നു നല്ല മൂല്യങ്ങൾ, അതിൽ നിന്നെന്തോ ആളുകൾ വിട്ടുപോയി എന്നൊക്കെ ഉള്ളത്. പഴയ കാലം ഒരിക്കലും ഭൂരിപക്ഷം സ്ഥലങ്ങളിലും പഴയ കാലത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിതം തന്നെയാണ് പുതിയ കാലത്ത് മനുഷ്യർ ജീവിക്കുന്നത്. ശ്രീ പ്രേംലാലാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും. ശ്രീ പ്രേംലാൽ,
താങ്കൾക്ക് പറയാം. പറഞ്ഞോളൂ സർ. കേൾക്കുന്നുണ്ട് സർ. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് പ്രേമലാണ് സാർ. ഇന്റർനെറ്റ് നിരോധിച്ചത് ഒരു തികച്ചും പ്രാകൃതമായ ഒരു രീതിയായി പോയത്. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ, കേൾക്കാം. ഈ മാറിയ കാലഘട്ടത്തിൽ ഇന്റർനെറ്റ് ഇല്ലാണ്ട് ഒരു സെക്കൻഡ് പോലും ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, പുതിയ കാലത്ത് ആയിട്ട് ഏതെങ്കിലും തരത്തിൽ യോജിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു തലത്തിലും യോജിക്കാൻ കഴിയാത്ത പ്രാകൃതമായ അവസ്ഥയിലേക്ക് അഫ്ഗാനിലെ ജനത ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഒരു കാലത്ത് താങ്കൾക്കറിയാം, സംസ്കാര സമ്പന്നരായിരുന്ന, വിദ്യാഭ്യാസത്തിലൊക്കെ മുന്നിൽ നിന്ന ഒരു ജനതയാണ്. ആധുനികതയൊക്കെ വന്ന ഒരു രാജ്യത്താണ് ഇപ്പോൾ ഏറ്റവും പ്രാകൃതമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുന്നതിനകത്ത് ഒരു കഥാപാത്രമായിരുന്നു അമേരിക്ക. അപ്പൊ ഇന്നത്തെ ആ കഥാപാത്രം ഇന്നും കയറി വരികയാണ് വേറൊരു രീതിയില്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ താലിബാനെ വളർത്തിയെടുത്തത് ആരാണ്? അമേരിക്കയല്ലേ. എന്തിനായിരുന്നു വളർത്തിയെടുത്തത്? താലിബാനെ പിന്നെ USSRനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളർത്തിയെടുത്തൊരു സംഭവമാണ് ഈ താലിബാൻ. അത് വളർന്നിപ്പോ എല്ലാവർക്കും ഉപദ്രവമായ ഒരു സാധനമായിട്ട് മാറി. ലോകത്തിന് തന്നെ ഭീഷണിയാണ് ഈ താലിബാൻ ഇപ്പോ. അപ്പൊ ഇങ്ങനെ വളർത്തിയെടുത്ത സംഘം ഈ പ്രത്യേകിച്ച് ഈ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ വരുന്നോ അതെല്ലാം മനുഷ്യ സമൂഹത്തിനെതിരാണ്. അടിസ്ഥാനപരമായി അങ്ങനെയാണെന്ന് നമ്മൾ കാണണം. നമ്മുടെ ഇന്ത്യയിലെ കാര്യങ്ങൾ അറിയാമല്ലോ. ഇനിയിപ്പോ ഇന്ത്യ മതരാഷ്ട്രമാണെന്ന് പറയുന്നവരും ഒരിക്കലും മതരാഷ്ട്രമായി തീർന്നാൽ എന്തൊക്കെ വരുമെന്നുള്ളത് താലിബാനിൽ നടക്കുന്നത് വെച്ച് നമ്മൾ കണക്കാക്കിക്കോണം. അതാണ് അതിന്റെ ഒരു ഗുണപാഠത്തിന്റെ ഒരു ഭാഗം. ഇപ്പൊ നോക്കിക്കോ, മീഡിയ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ലോക മീഡിയ ഇൻഡെക്സില് ഈ താലിബാന്റെ സ്ഥാനം എത്രയാണെന്നറിയാമോ? 180 രാജ്യങ്ങളുള്ള മീഡിയ ഇൻഡെക്സില് താലിബാന്റെ സ്ഥാനം 175ആണ്. അപ്പൊ എത്രയ്ക്ക് ഭീകരമാണ് അവിടെ. ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 159ആണ്. അതായത് 180 രാജ്യങ്ങളിൽ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 159ഉം താലിബാന്റെ സ്ഥാനം 175. നമ്മളും അവരുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ശബരിമലയിൽ സ്ത്രീകൾ കയറാൻ പാടില്ല എന്ന് പറയുന്നത്. അവിടെ ഇന്റർനെറ്റ് നിരോധിച്ചതും ഇവിടെ ശബരിമലയിൽ സ്ത്രീകൾ കയറാൻ പാടില്ല എന്ന് പറയുന്നത് തമ്മിൽ എത്ര വ്യത്യാസം? ചെറിയൊരു വ്യത്യാസമുള്ളൂ, മുടിനാരൊക്കെയുള്ള വ്യത്യാസമേ ഉള്ളൂ. നമ്മുടെ സ്കൂളുകളിൽ ഏകീകൃത യൂണിഫോം നടപ്പാക്കുന്നതിനെതിരെ സംസാരിച്ചവരുണ്ടല്ലോ. പിന്നെ അതങ്ങനെ തന്നെ നിൽക്കുക ഇപ്പോഴും. അതുപോലെ തന്നെ സ്റ്റേജിൽ കയറിയ ഒരു മുസ്ലിം പെൺകുട്ടി സമ്മാനം വാങ്ങിയതിന് പ്രശ്നം ഉണ്ടാക്കിയവരുണ്ട് ഈ നാട്ടിൽ. അതുപോലെ തന്നെ എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു പെൺകുട്ടി ഭരതനാട്യം പഠിച്ചാലോ, മുസ്ലിം പെൺകുട്ടി ഭരതനാട്യം പഠിക്കുകയോ കഥകളി പഠിക്കുകയോ ചെയ്താൽ അവരെ ഊരുവിലക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഇന്ത്യയിൽ നടക്കുക. അപ്പം മതം എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രം നടക്കുമ്പോ ആ താലിബാൻ ഇത് അപ്പുറം നടക്കും. ഇനി എന്തൊക്കെയാ നടക്കാൻ പോണത്? നീ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും വെളിയിൽ വരിക കൂടിയില്ല, നമ്മൾ അറിയും കൂടിയില്ല അവരിതൊക്കെ നിരോധിച്ചത് കൊണ്ട്. അത്രയ്ക്ക് ഭീകരമായിരിക്കും അവിടുത്തെ അവസ്ഥ. നമ്മൾ ഈ നരകം എന്ന് കേട്ടിട്ടില്ലേ? വായിച്ചു പഠിച്ചിട്ടുണ്ടല്ലോ. അതിനേക്കാൾ നരകമാണ് താലിബാൻ. അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി എന്ത് നരകം വരാതിരിക്കുന്ന അവിടെ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജു ആണ്, വയലാറിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ശ്രീ രാജു പറഞ്ഞോളൂ, കേൾക്കാമോ? ശ്രീ ജനാർദ്ദനാണ്, വയനാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജനാർദ്ദനൻ, താങ്കൾക്ക് പറയാം. ഹലോ, പിന്നെ ഈ താലിബാൻ എന്ന് പറഞ്ഞാല് ഈ ഭീകര രാഷ്ട്രമാണ്. അത് ഭീകരന്മാരാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ ശക്തമായി പ്രതികരിക്കണം. അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചിട്ട് അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കണം. എന്നിട്ട് ജനാധിപത്യം സംരക്ഷിക്കണം. അതാണ് അവിടുത്തെ ഭരണകൂടത്തിന് വേണ്ടത്. അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കണം. ഇപ്പൊ ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെ കണ്ടില്ലേ. പ്രതീക്ഷിക്കാം അവിടെ നിന്ന് ജൻസി ഇങ്ങനെ ഒരു വലിയ വിപ്ലവത്തിലേക്കൊക്കെ വരുമെന്നും അവിടുത്തെ ചെറുപ്പക്കാർ ഉണർന്നു നിന്ന് ഈ താലിബാൻ ഭരണകൂടത്തെയൊക്കെ ആ നാട്ടിൽ നിന്ന് കെട്ടിക്കെട്ടിക്കുമെന്നും ഒക്കെ. ഏത് രാജ്യത്തും ഒരു അധാർമികത ഒരു പരിധി കടന്നു കഴിഞ്ഞാൽ അതുവരെ ശക്തരായി നിൽക്കുന്നവരെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പുതിയ ജനത കടന്നു വരും. അത് ലോകത്തിന്റെ ചരിത്രം തന്നെ അങ്ങനെയാണ്. നമുക്കും അത് പ്രതീക്ഷിക്കാം. ശ്രീ ജനാർദ്ദനൻ. ശ്രീ നന്ദനാണ്, കാലിക്കട്ട് നിന്നാണ്, കോഴിക്കോട് നിന്ന് വിളിക്കുന്നത്. ശ്രീ നന്ദനൻ, താങ്കൾ പറഞ്ഞോളൂ. അതെ സർ, അവിടുത്തെ നമസ്കാരം സർ. അവിടുത്തെ പരിസ്ഥിതി എനിക്ക് തോന്നുന്നു അത്ര അവരുടെ
ആഭ്യന്തര സുരക്ഷയ്ക്ക് യോജിച്ചതല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എന്തോ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് പാകിസ്ഥാനുമായിട്ട്. അതുകൊണ്ട് അവർക്ക് ഇപ്പോഴും ഇന്റർനെറ്റ് കട്ട് ചെയ്യേണ്ടി വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായിരിക്കില്ലേ ശരി? അല്ല, ഏത് പരിതസ്ഥിതി ആയാലും ജനത്തിൻ്റെ പരസ്പരം സംസാരിക്കാനുള്ള, പരസ്പരം ആശയവിനിമയം നടത്താനുള്ള എല്ലാ അവസരവും നിഷേധിച്ചു. പ്രത്യേകിച്ച് പെൺകുട്ടികൾ, 12 വയസ്സിൽ മേളിലുള്ള പെൺകുട്ടികളെ അവിടെ സ്കൂളിൽ പഠിപ്പിക്കില്ല. അവരൊക്കെ വീട്ടിലിരുന്ന് ഓൺലൈൻ വിദ്യാഭ്യാസമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അവരുടെ വിദ്യാഭ്യാസം തന്നെ പൂർണ്ണമായത്, സ്കൂളിൽ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ 90% തകർന്ന്. അതിനുമൊക്കെ മറികടന്ന് വരാൻ വേണ്ടി ഈ കുറച്ച് പെൺകുട്ടികളെങ്കിലും ഈ ഓൺലൈനിലൂടെ പഠിക്കാൻ ശ്രമിച്ചു. അതുകൂടി ഇല്ലാതാക്കുന്നതൊക്കെ അല്ലേ ഇവരുടെ തീരുമാനം? അല്ലാതെ ഇവരിങ്ങനെ അവർക്ക് അധികാരം നിലനിർത്താൻ വേണ്ടി തന്നെയാവും സ്വാഭാവികമായും ഇത്തരം തീരുമാനമെടുത്താൻ. സംശയമൊന്നുമില്ല താങ്കൾ പറഞ്ഞത്. അല്ല സർ, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന സർക്കാരുകളെ അപേക്ഷിച്ചിട്ട് ഇപ്പോഴുള്ള സർക്കാരിലുള്ള മന്ത്രിമാരും താരതമ്യേന എനിക്ക് തോന്നുന്നു കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള മന്ത്രിമാരാണ് ഇപ്പോഴുള്ളത്. എന്ത് ബെറ്ററാണ്? കൊടും തീവ്രവാദികൾ ഭരിക്കുന്ന ഒരു നാട്ടിലെ കുറച്ചു പേർക്ക് കൊള്ളാവുന്ന ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അല്ല, തീർച്ചയായിട്ടും സർ, തീർച്ചയായിട്ടും. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. പാകിസ്ഥാൻ ഇപ്പോഴ് ഞാൻ അറിയുന്നത് ഇവരെ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കാൻ ഒരു പരിപാടി ഇടുന്നു എന്നൊരു ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ആഭ്യന്തരമായിട്ടുള്ള സുരക്ഷയെ കണക്കിലെടുത്താണ് അവരിപ്പോഴും ഈ ഇന്റർനെറ്റ് താൽക്കാലികമായിട്ട് വിച്ഛേദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി ശ്രീ നന്ദനൻ, എന്തായാലും തടവിൽ കഴിയുന്ന മനുഷ്യൻ എന്ത് ആഭ്യന്തര സുരക്ഷ എന്നുള്ള ചോദ്യമുണ്ട്. അതൊക്കെ അധികാരികളുടേതാണ് അത്തരം സുരക്ഷയും രാജ്യവും ഒക്കെ നിൽക്കുന്നത്. ആ ജനതയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഉണ്ടാവില്ല. ശ്രീ സന്തോഷാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് പറയാം. സാർ നമസ്കാരം. നമസ്കാരം സാറ്, എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് ഇപ്പം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ആ ഒരു സദ്വചനം കേട്ടോ നമ്മളൊക്കെ വളർന്നിരിക്കുന്നത്. അപ്പോൾ ഈ അന്ധമായ മതവിശ്വാസം ഏത് മതത്തിലാണേലും അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ഏവർക്കും ദൈവവിശ്വാസം, അത് വിശ്വാസമുള്ളവർക്ക് ആവശ്യമാണ്. പക്ഷെ ഈ അന്ധമായ മതവിശ്വാസം പിന്തുടരുന്നത് അത് പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിലാണ് അത് കൂടുതലെന്നാ തോന്നുന്നത്. അപ്പൊ ഈ ഇന്റർനെറ്റ് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാലേ തീരെ അപരിഷ്കൃതമായ ഒരു രീതി, അത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. സന്തോഷം. ശ്രീ വേണുരാജാണ് കറുകച്ചാലിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വേണുരാജ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഭരണാധികാരികൾക്ക് അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി തന്നെയാവും അവർ ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അവരതിന് പറയുന്നത് സദാചാര സംഹിത, അവരുടെ സദാചാരമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, പഴയ മൂല്യങ്ങളിലേക്ക് തിരികെ പോകാനൊക്കെയാണ്. ഏത് കാലത്ത് എന്ത് മൂല്യമെന്ന് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. സാറേ നമസ്കാരം. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. അതായത് ഇതൊക്കെ എന്ന് പറയുന്നത് ഈ ഒന്ന് മതവും അതിനകത്തെ വിശ്വാസങ്ങളുമാണ് അവസാനമെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. മനുഷ്യന്റെ ജീവിതത്തെ കൂടുതൽ സ്നേഹനിർഭരവും പരസ്പരം സഹകരിക്കുന്നതും സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കണം ഏത് മതമാണേലും മതാത്മകതയാണേലും പ്രവർത്തിക്കേണ്ടത്. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മതത്തിന്റെ പേരില് മനുഷ്യന്റെ സ്നേഹം, മനുഷ്യന്റെ സ്വാതന്ത്ര്യം, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം പ്രത്യേകിച്ച് എടുത്തു കളയുക. ഇത് ശരിക്കും പറഞ്ഞാൽ പുരുഷ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ ഒരു മതവിശ്വാസത്തിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാകുന്നത്. അവർ കൂട്ടം കൂടിയിരുന്ന ഒരു തീരുമാനം എടുക്കുന്നു, അത് ലോകത്തിന് മേളിൽ അവരുടെ സ്വാതന്ത്ര്യത്തിലല്ലേ അവരുടെ അധികാരത്തിന്റെ കീഴിലുള്ള രാജ്യത്തിലേക്ക് തടിച്ചേൽപ്പിക്കുന്നു. ഇതിന്റെ അടിസ്ഥാന പ്രമാണം എന്നാന്ന് ചോദിച്ചാൽ ഇന്ന് വരെ എന്റെ ഒരു നിരീക്ഷണത്തിൽ പറഞ്ഞു, ഇന്ന് വരെ ഈ ലോകത്ത് അവസാനത്തെ ഒരു സത്യമോ അവസാനത്തെ ഒരു മനുഷ്യനോ ഉണ്ടായിട്ടില്ല. ഇനിയും അനേകം ഋഷീശ്വരന്മാരും ഗുരുക്കന്മാരും വരും, അവർ പല കാര്യങ്ങളും പറയും. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുന്നതും ഞങ്ങൾ അനുഷ്ഠിക്കുന്നതും ലോകത്തിലെ ഏറ്റവും അവസാനത്തേതാണ്. ആ വിശ്വാസത്തിൽ നിന്നാണ് ബാക്കിയുള്ളവരെ എല്ലാവരും ചെറുതായിട്ട് കാണുന്നതും ചെറുതാക്കാൻ ശ്രമിക്കുന്നു. അതിൽ നിന്നാണ് ഇന്റർനെറ്റ് നിരോധനമൊക്കെ വരുന്നത്. കാരണം അവരുടെ ഈ സ്വാതന്ത്ര്യങ്ങളും ആഗ്രഹങ്ങളും നടപ്പിലാക്കാൻ എന്തൊക്കെ വേണോ അത് അവർ സെറ്റപ്പ് ചെയ്യുക ചെയ്യുന്നു. അപ്പം മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷൻ സ്വാതന്ത്ര്യം, സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യം, പരസ്പരം പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം ഇല്ലാതാക്കുന്നതിലൂടെ അവരുടെ ഈ മതാധിഷ്ഠിതമായ അധികാരത്തെ അവർ നിലനിർത്താൻ ശ്രമിക്കുന്നു. ഇത് അങ്ങേയറ്റം കൊടിയ പാപവും കൊടിയ തെറ്റുമാണ്, പ്രത്യേകിച്ച് സ്ത്രീകളോട് ചെയ്യുന്നത്. ഇത് താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ വേണുരാജ്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, ഒരു രാജ്യം അധികാരം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രാകൃതമായ മാർഗം ഇപ്പോൾ അഫ്ഗാനിലെ ജനതയോട് താലിബാൻ ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഇത്തരം ആശയഗതികളെ കാണുന്നത്? ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പരതി നോക്കി, അൽ ജസീറയൊക്കെ എടുത്തു നോക്കിയപ്പോഴും
ഇപ്പൊ നേരത്തെ വന്നൊരു ശ്രോതാവ് പറഞ്ഞതുപോലെ അവിടെ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ രാജ്യം ആക്രമിക്കാൻ വരുന്നതായിട്ടുണ്ടെന്ന് അൽ ജസീറയിലും പറഞ്ഞിട്ടില്ലായിട്ടാണ് ഞാൻ കണ്ട വാർത്തകളിൽ കണ്ടത്. ഇനി വേറെ എന്തെങ്കിലും വാർത്ത വന്നോന്നറിയില്ല, നിങ്ങളാണ് പറയുന്നത്. പക്ഷെ വന്ന വാർത്ത വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ താലിബാൻ എന്നത് അമേരിക്കയുടെ പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് അറിയാം. പലയിടത്തും ഈ അമേരിക്കയാണ് ഈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി ഇസ്ലാം മതത്തെ ഒരു ഭീകര മതമാക്കി ചിത്രീകരിച്ച് ലോകത്ത് മുഴുവൻ അതിനെ വെറുപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാമല്ലോ, ഈ നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാൻ ഏത് നിലയിലായിരുന്നു വളർന്നു വന്നിരുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു പുരോഗമനത്തിന് നിന്ന് എന്താ പറയാ പെർമിഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ജനതയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും, ഇല്ലേ? ആ പഴയ കാലത്തെ കാണിച്ചാൽ അതിന്റെ ഒരു തുടർ തലമുറയാണ് വരുന്നത്. പക്ഷെ അവരുടെ മുന്നിലേക്ക് ഈ തീവ്രവാദ സംഘടനകളെ വെച്ച് കെട്ടുന്നത് അമേരിക്കയാണ്. ആ കാര്യങ്ങൾ കൊണ്ടിട്ടാണ് അവിടെ പല സ്ഥലത്തും ഈ മനുഷ്യരെ ആരൊക്കെയാണ് ഇവിടെ വന്ന് ഈ അവിടെ ഒരു ഇസ്ലാം മതത്തിൽ ജനിച്ചു പോയി അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ രാവിലെ എണീക്കുമ്പോൾ ദൈവമേ എന്ന് അവരുടെ ഇതിനകത്ത് വിളിക്കുന്നത് കൊണ്ടിട്ട് അവരെല്ലാം ഇതാണ് എന്ന് പറഞ്ഞു പോകുന്നവർ എന്തൊക്കെയാണ് ഇന്ത്യയെ കാണിച്ചു കൂട്ടുന്നത് നമുക്കറിയാലോ. ബീഫ് കഴിക്കാൻ പറ്റില്ല, ബീഫ് കൈയിൽ വെച്ചവനെ അടിച്ചു കൊല്ലുകയാണ്. ഏത് തത്വശാസ്ത്രത്തിന്റെ പേരില, ഏത് ആചാരത്തിന്റെ പേരില? എന്നിട്ട് അവരാണ് ഇവിടെ വന്നിരുന്നിട്ട് മറ്റുള്ളവരെ നോക്കിയിട്ട് കോക്രി അടിക്കുന്നത്. ലേശമെങ്കിലും സ്വന്തമായിട്ട് ചിന്തിക്കണം. തങ്ങളുടെ ദേഹത്ത് എന്തൊക്കെ അഴുക്കുണ്ടോ, തങ്ങൾ എന്തിനൊക്കെയാണ് വേണ്ട എന്ന് പറയുന്നത്, താങ്കൾ മുന്നോട്ട് വെക്കുന്ന ഈ എന്താ പറയാ ഈ ഇരുട്ടുണ്ടല്ലോ, ആ ഇരുട്ടിനകത്ത് നിന്നിട്ട് മറ്റുള്ളവരെ നോക്കി കോക്രി കാണിക്കുകയാണ് ഇവര് ചെയ്യുന്നത്. എന്നിട്ടാണ് ഇവര് വന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത്. ലോകത്ത് ഏറ്റവും വിഷമതകൾ അനുഭവിക്കുന്ന ജനത ഈ ഇസ്ലാം ജനത തന്നെ. കാരണം അവരുടെ മേളിലേക്ക് അടിച്ചു കൊടുക്കുകയാണ് ആ സമാധാനം ഒക്കെ ഉള്ള ആ മതം. അങ്ങനെ അതിനെയാണ് നമ്മൾ പാവപ്പെട്ട ജനങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടെ പോകണം. ശ്രീ ജോസ് ആണ് തിരുവനന്തപുരത്ത്. ശ്രീ ജോസ്, താങ്കൾ വേഗത്തിൽ പ്രതികരിക്കാം. സാറേ, ഇത് എന്റെ മേലിനോട് ഇത് മതാടിസ്ഥാനത്തിലുള്ള ഓരോ നിയമങ്ങൾ വെച്ച് അവർ പെരുമാറുന്നതാണ്. ഈ അടുത്ത കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ അപകടത്തിൽപ്പെട്ട സ്ത്രീകളെ പുരുഷന്മാര് രക്ഷിക്കാൻ പാടില്ല, അവരവിടെ കിടന്ന് മരിച്ചു. നമ്മളെല്ലാം പത്രമാധ്യമങ്ങൾ വഴി കണ്ടതാണ്. ഇത് തികച്ചും മതാടിസ്ഥാനത്തിലുള്ള ഓരോ നിയമങ്ങളാണ് അവർ നടപ്പിലാക്കുന്നത്. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ പുറം ലോകം അറിയരുത്. അല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അമേരിക്കയുടെ വിമാനത്തിന്റെ ചെറിയ അമേരിക്കയിൽ പോയ ആൾക്കാരാണ് വീണ്ടും അമേരിക്കയെ കുറ്റം പറയുന്നത്. തികച്ചും മതാടിസ്ഥാനത്തിലുള്ള ഓരോ കാര്യങ്ങളാണ്. ജോസ്, ഈ താലിബാൻ എന്ന് പറയുന്ന സംഘടനയെ ഊട്ടി വളർത്തിയത് ആരാണ്? സാറേ, അത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. അതല്ല അവരുടെ മത നിയമത്തിലുള്ള നിയമം വെച്ചിട്ടാണോ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അവിടെ നിന്ന് USSRനെ തുരത്താൻ വേണ്ടി USSRനെതിരായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായി പഴയ റഷ്യ അവിടെ താലിബാൻ എന്ന് പറയുന്നൊരു സംഘടനയ്ക്ക് എല്ലാവിധ ചെലവും കൊടുത്ത് ആയുധം കൊടുത്ത് വളർത്തിയെടുത്തതാരാണ്? അമേരിക്കയല്ലേ? ഇത്തരം തീവ്രവാദങ്ങൾ ലോകത്ത് വളർന്ന എല്ലാ തീവ്രവാദ സംഘടനകളും, ലോകത്തിന് ഭീഷണിയായ എല്ലാ തീവ്രവാദ സംഘടനകളെയും ആരാണ് ചെലവ് കൊടുത്ത് വളർത്തിയെടുത്തത്? അവർക്ക് ഇതിന്റെ ഉത്തരവാദിത്വമില്ലേ? എന്നിട്ട് ഞങ്ങൾക്ക് മാറി നിന്നിട്ട് അമേരിക്കയെ കുറ്റം പറയുന്നത് ശരിയാണോ എന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് ചോദിക്കാൻ കഴിയുക? നമ്മുടെ സഹോദരങ്ങളെ വെടിവെച്ച് കൊന്നത് അമേരിക്ക ചെലവും കൊടുത്ത ഭീകര സംഘടനയാണോ സാറേ? ആരാണ്? ഈ നമ്മുടെ ഈ കാശ്മീരിലെ പഹൽഗാമിൽ വെടിവെച്ച് കൊന്നതിൽ പോലും പാകിസ്ഥാനെ എല്ലാ കാലത്തും ആയുധം കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? എല്ലാ കാലത്തും പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം ആരാണ്? അമേരിക്കയ്ക്ക് സ്നേഹം ഇന്ത്യയോടാണോ പാകിസ്ഥാനോടാണോ കൂടുതൽ സൗഹാർദ്ദമുള്ളത്? നമുക്കങ്ങനെ പൊതുവെ പറയാനേ ഉള്ളൂ. അതങ്ങനെ പൊതുവെ പറയുന്നല്ലെന്ന് പറഞ്ഞാൽ ഈ ഓരോ തീവ്രവാദി സംഘടനകളായി താങ്കൾ ആലോചിച്ച് നോക്കൂ. താലിബാനെ മാത്രമായി ആലോചിക്കേണ്ട, ഓരോ തീവ്രവാദ സംഘടനയും ആലോചിച്ച് നോക്കൂ. ഇവരെയൊക്കെ ആരാണ് വളർത്തിയത്? ശരി, ഓക്കെ. എന്തായാലും ശ്രീ ജോസ് ആണ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിച്ചത്. നമുക്ക് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഇത്ര പ്രാകൃതമായ നിയമങ്ങൾ, ഇത്ര പ്രാകൃതമായി എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു ഭരണാധികാരികൾക്ക്? അത് എന്തിൻ്റെ പേരിലായാലും, അധികാരം നിലനിർത്താനായാലും, മതത്തിൻ്റെ പേരിലായാലും, എന്തിൻ്റെ പേരിലായാലും അത് മനുഷ്യത്വ വിരുദ്ധമാണ്. മാനവരാശിക്ക് തന്നെ ഇത്തരം ചിന്താഗതികൾ വിനാശമാണ്. തീവ്രവാദം ഏത് മതത്തിൻ്റെതായാലും അത് എല്ലാ കാലത്തും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. വളരെ പോസിറ്റീവായ അഭിപ്രായ പ്രകടനങ്ങളാണ് മഹാഭൂരിപക്ഷം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും നമുക്ക് പ്രതീക്ഷയുള്ളൊരു അഭിപ്രായ പ്രകടനങ്ങൾ തന്നെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി.